الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا مرادنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا مرادنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا مرادنا يا رسول الله. അല്ലാഹുവേ, ഈ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് നീ ഖബൂലാക്കണം റഹ്മാനേ. ഈ മജ്ലിസ് മദീനയിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. ഉപ്പാപ്പയുടെ നോട്ടമുള്ള മജ്ലിസാക്കി നീ ഖബൂലാക്കണം അല്ലാഹ്. ഈ മജ്ലിസ് കാരണമായി ഞങ്ങളെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണം റഹ്മാനേ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നീ നൽകണം അല്ലാഹ്. ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെയും പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെയും നൽകി നീ ഞങ്ങൾക്ക് നൽകിയ മക്കളെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി കൺകുളിർമയാകുന്ന മക്കളായി കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. കടമുള്ളവർ ഞങ്ങളെ സദസ്സിലുണ്ട് അല്ലാഹുവേ, ഞങ്ങളെ കടങ്ങളെ നീ വീട്ടി തരണം അല്ലാഹ്. വീടില്ലാത്തവർക്ക് നീ വീട് നൽകണം റഹ്മാനേ. ഞങ്ങളെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് നീ ഖബൂലാക്കണം അല്ലാഹ്. അൽഹംദുലില്ലാഹ്. വളരെ പ്രധാനപ്പെട്ട ഒരു മജ്ലിസിന്റെ സമാപന സമയത്താണ് ഞാനും നിങ്ങളുമൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ദീർഘമായി ഇനിയൊരു പ്രഭാഷണം നടത്തുന്നില്ല. മഹാന്മാരുടെ ചാരത്ത് നാം ഒരുമിച്ച് കൂടി അവിടുത്തെ പേരിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ആ മഹാന്മാരുടെ നോട്ടവും ഹിമായത്തുമുള്ള മജ്ലിസിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അവരുടെ കുരുത്തവും പൊരുത്തവും ലഭിക്കുക എന്ന നല്ല ലക്ഷ്യത്തോടു കൂടെയാണ് ഇതുപോലെയുള്ള സദസ്സുകളിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒന്ന് കുരുത്തവും പൊരുത്തവും വാങ്ങുക എന്നുള്ളതാണ്. ആ കുരുത്തവും പൊരുത്തവും ഒരാൾ വാങ്ങിയാൽ ഓന്റെ ദുനിയാവും ആഖിറവും വിജയിച്ചു പോയി. അത് വാങ്ങിയില്ലേ ഓന്റെ പരാജയമാണ്. ആ പരാജയം രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ദുന്യവിയായ പരാജയം, മറ്റൊന്ന് ഉഖ്റവിയായ പരാജയം. ഇങ്ങനെ രണ്ട് പരാജയമാണ്. ചില ആളുകൾ വേണ്ടുന്ന എല്ലാ കുരുത്തക്കേടും കാണിക്കും, എല്ലാ ആദരവ് കമ്മിയും കാണും.
പക്ഷേ ഓന് ദുനിയാവിൽ നല്ല ഉയർച്ച നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമുക്ക് ഇങ്ങനെ തോന്നും, ഓനിപ്പോ ഈ കണ്ട വിത്തനയും ബുക്കർസൊക്കെ ചെയ്തിട്ടും ഓനെന്തില്ലല്ലോ, ഒരു കമ്മിയും കാണുന്നില്ലല്ലോ. ഓന് വലിയ പൊരണ്ട്, ഓന് വലിയ വാഹനമുണ്ട്, ഓന് എല്ലാം കാഴ്ചക്ക് ഭയങ്കര ഉഷാറാണ്. ഓന് ദുന്യവിയായ പരാജയമല്ല, ഉഖ്റവിയായ പരാജയമാണ്. ചില ആളുകൾക്ക് ദുന്യവിയായ പരാജയങ്ങളുണ്ടാവും. നമ്മൾ ചെയ്ത കുരുത്തക്കേടിന് കാരണമായിട്ട് നമുക്ക് ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ ഒരുപാട് പരാജയങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആ മഹാന്മാരുടെ കുരുത്തവും പൊരുത്തവും വാങ്ങുക, അതാണ് ഏക ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച വസ്തുക്കൾ, വ്യക്തികൾ, ദിവസങ്ങൾ, സ്ഥലങ്ങളെ ബഹുമാനിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ദിക്കാൻ പറഞ്ഞ വസ്തുക്കളെ, വ്യക്തികളെ, സ്ഥലങ്ങളെ അത് മോശമായി കാണുക. ഇതാണ് ഒരാളെ ഒരു ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളും നിർണയിക്കുന്ന രണ്ട് റൂട്ട്. അതുകൊണ്ട് അത് നന്നാവണമെന്ന ലക്ഷ്യത്തോടു കൂടെയാണ് മഹാന്മാരെ സദസ്സുകളിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. മാഷാ അല്ലാഹ്, വർഷങ്ങളോളം പഴക്കമുള്ള ഈ മഹാന്മാരുടെ ചാരത്ത് നമ്മൾ ഒരുമിച്ച് കൂടി അള്ളാഹു സ്വർഗത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹുവെ ഈ സദസ്സ് ഞങ്ങളിൽ നിന്ന് നീ കാരണമാക്കണം റഹ്മാനെ. അതാണ് നമ്മൾ ഏറ്റവും വലിയ ലക്ഷ്യം. എന്നാൽ ഞാൻ ഇവിടെ അന്വേഷിച്ചപ്പോ പേരറിയപ്പെടൂല. കടയപ്പുറം അല്ലേ, കടയപ്പുറം മഖാം അങ്ങനെ അറിയപ്പെടും. അങ്ങനെ ഒരുപാട് ഖബറുകളുണ്ട്, പേരറിയപ്പെടാത്ത ഒരുപാട് മഖാമുകളുണ്ട്. താരീഖുൽ ബഗ്ദാദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം, ബഗ്ദാദിൽ ഇതുപോലെ ഖബറുകൾ ഒരുപാടുണ്ട്. ആ ഖബറുകളൊക്കെ വലിയ വലിയ മഹാന്മാരുടെ ഖബറാണ്. ആ ഖബറുകളുടെ പേരറിയപ്പെടൂല. അതുകൊണ്ട് ആ ഖബറുകളെ കുറിച്ച് ഖുബൂറുൻ നുദൂർ എന്ന് ആണ് വിളിച്ചു പോരുന്നത്. നീർച്ചയാക്കുന്ന ഖബറുകൾ, പേരറിയില്ല. അതുകൊണ്ട് ആ ഖബറുകളെ കിതാബിൽ കാണുന്നത് ഖുബൂറുൻ നുദൂർ, നീർച്ചയാക്കുന്ന ഖബറുകൾ. ആളുകൾക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അവരുടെ പേരിൽ നീർച്ചയാക്കുകയും അവരുടെ തലയുടെ ഭാഗത്ത് അവർക്ക് ഓരോ പെട്ടികളുണ്ട്. ആ പെട്ടികളിലേക്ക് ആളുകൾ വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നീർച്ചയാക്കുകയും ആ പെട്ടിയിൽ കാശുകൾ കൊണ്ടുപോയിടുകയും ചെയ്യും. അതുകൊണ്ടാണ് ആ ഖബറുകളെ ഖുബൂറുൻ നുദൂർ എന്ന് വിളിച്ചു പോരുന്നത്. ഇങ്ങനെ ഒരുപാട് മന്ന മഖാം വലിയ മഹാനാണ്, പേരറിയപ്പെടില്ല, മന്ന മഖാം എന്നാണ് അറിയപ്പെടുന്നത്. ഞങ്ങളാ ഭാഗത്ത് ഒടോമ്പറ്റ മഖാം, കൂരാട് മഖാം, ഇങ്ങനെ ഒരുപാട് മഖാമുകളുണ്ട്. ഈ കൂരാട് മഖാമിലൊക്കെ ഇവിടെയുള്ളതുപോലെ ഒരുപാട് കറാമത്തുകൾ കാണിച്ച, മഴയത്തും കാറ്റത്തും മഴയില്ലെങ്കിലും ഒക്കെ അവിടെ കത്തിച്ചു വെക്കുന്ന വിളക്കുകളിലാണ്. അപ്പൊ അത് പരീക്ഷിക്കാൻ വേണ്ടി അന്ന് അവിടെ ജോലി ചെയ്യുന്ന ഒരു മൂല്യർ പോയി, ഇതിങ്ങനെ മഴയത്തും കെടാത്തൊരു വിളക്കുണ്ടോ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുമില്ല, മേലെ കൂരകളൊന്നുമില്ല, ഒരു റബ്ബറിന്റെ ഉള്ളിലാണ്. അവിടെ ഒരു വയസ്സായ ഒരു ഉമ്മ ഇങ്ങനെ വിളക്ക് ഇങ്ങനെ കത്തിച്ചു പോരും. അങ്ങനെ ഒരു ദിവസം ആ ഉമ്മ വിളക്ക് കത്തിച്ചില്ല. വിളക്ക് കത്തിക്കാതെ വന്നപ്പോ ഉമ്മ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് വാതിൽ മുട്ടി ഒരു ശബ്ദം കേട്ടു, എന്താ ഇന്ന് വിളക്ക് കത്തിക്കാഞ്ഞത്? ഇത് പറയണ കേട്ടപ്പോൾ ഈ വിളക്കിനെ കുറിച്ച് കെടാത്ത വിളക്കെന്ന് പറഞ്ഞപ്പോ ആ വിളക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് എന്റെ നാട്ടിൽ 2 കൊല്ലം മുമ്പ് ജോലി ചെയ്തിരുന്ന സദർ അവിടെ അടുത്ത് ജോലി ചെയ്തപ്പോ മൂപ്പര് പോയി
മഴയത്ത് മൂപ്പര് കുടഞ്ഞൂടി നിന്നോക്കി, ഈ വിളക്ക് കിട്ടണില്ല. അപ്പൊ മൂപ്പര് ആ അനുഭവം പറഞ്ഞപ്പോ ഞാനും അവിടെ പോയി. ഞാൻ അവിടെ ചെന്നത് മാഷാ അല്ലാഹ്, അവിടെ അടുത്ത പരിപാടിക്ക് തന്നെ പിന്നെയും പോയി മഖാമൊക്കെ കെട്ടി അൽഹംദുലില്ലാഹ്. ഇപ്പൊ വലിയ ബിൽഡിംഗ് ഉള്ള ഹിഫ്ളുൽ ഖുർആൻ കോളേജ് ഇൻഷാ അല്ലാഹ് അവിടെ തുടങ്ങാനിരിക്കുകയാണ്. അള്ളാഹു അതിനെ സഹായിച്ച ആളുകൾക്കൊക്കെ അള്ളാഹു നല്ല സഹായം നൽകുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ഒരുപാട് മഖാമുകളുണ്ട്. അത് നമ്മളെ ഈ നാട്ടിൽ മാത്രമല്ല, അതുകൊണ്ടാണ് ഞാൻ ബഗ്ദാദിലെ കഥ പറഞ്ഞത്. ഇങ്ങനെ ലോകത്തിന്റെ വിവിധ എല്ലാ രാജ്യങ്ങളിലും ആ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി പഴയ കാലങ്ങളിൽ വന്ന മഹാന്മാരാണ് അവരൊക്കെ. ആ ആദരവ് നമ്മൾ വളരെ വളരെ നിലയിൽ നമ്മൾ അവരോട് പുലർത്തിക്കൊണ്ട് തന്നെ വരണം. ആദരവ് നമ്മൾ നഷ്ടപ്പെടുത്തിയാലോ? ഇപ്പൊ ഒരാൾ പറയാണ് ഈ മജ്‌ലിസ്, അന്നത്തെ കാലഘട്ടത്തിൽ ആ നാട്ടിലുള്ള വലിയ പണക്കാരൻ അയാളെ പണത്തിനെ കുറിച്ച് പഴയ ആളുകൾ പറയല്, അയാൾക്ക് തേങ്ങ വലിച്ചാൽ 1000 പേടുണ്ടാവുന്ന. കേടുന്ന തേങ്ങ ഇവിടെ വലിക്കാൻ തന്നെ തേങ്ങ ഇടണീന്ന് എന്താ പറയാ, അങ്ങനല്ലേ പറയാ. പല നാട്ടിലും പല ഭാഷയുണ്ട്, അതുകൊണ്ടാ അല്ലേ? അങ്ങനല്ലേ? അല്ല, തേങ്ങ ഇടണീന് വലിക്കാൻ തന്നെ പറയലേ, അതെങ്കുമ്പോ ഇടണീന് പറിക്കുക. ആ അവിടെ പറിക്കലാണ്. ചിലയിടത്ത് വലിക്കുക, ചിലയിടത്ത് ഇടുക എന്നൊക്കെ പറയും. പലയിടത്തും പല ഭാഷ ഉണ്ടാവും. ഞാൻ അതിന് ഗുൽമാൽ ഉണ്ടാക്കേണ്ട തീറ്റ. ഇപ്പൊ ഇന്നാള് വയനാട് ചെന്നപ്പോ അവിടെ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം കഴിക്കാൻ പോയപ്പോ ഭക്ഷണമൊക്കെ തന്നിട്ട് ഇയാള് പറഞ്ഞു, എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞിരുന്നു, എന്നോട് കുറച്ച് പലഹാരം ഉണ്ടാക്കി തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഗതി റഹ്മാനെ സ്വലാത്തും ദിക്റും ദുആയും കഴിഞ്ഞ് തങ്ങൾ പലഹാരം ഉണ്ടാക്കണം. ഇയാളെ മുഖത്തേക്ക് ഞാൻ ഒന്നുകൂടി നോക്കി. ഇയാള് പിന്നെയും പറഞ്ഞു ഈ വാക്ക്, എന്നോട് കുറച്ച് പലഹാരം ഉണ്ടാക്കി തരാൻ വേണ്ടി പറഞ്ഞു. അപ്പം കാര്യം പഠിച്ചു നോക്കുമ്പോ അവിടെ അന്നോട് എന്ന് പറഞ്ഞാൽ എന്നോട് എന്നാണ് അർത്ഥം. എന്നോട് എന്ന് പറഞ്ഞാൽ അന്നോട് എന്നാണ്. അപ്പൊ പ്രശ്നം തീർന്ന് മൂപ്പര ഭാര്യ മൂപ്പരോട് പറഞ്ഞതാണ് തങ്ങൾക്ക് കുറച്ച് പലഹാരം ഉണ്ടാക്കാൻ. അപ്പൊ ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ ഒരുപാട് സാധനം ഉണ്ട്, പക്ഷേ സമയം വൈകിയോണ്ട് നിങ്ങളെ പല പേരിലുള്ള സാധനമൊക്കെ ഉണ്ട്. സംഗതി ഞങ്ങൾ നാട്ടിലുള്ളതാണെങ്കിലും പേരൊക്കെ നിങ്ങൾ ചുരുക്കലിട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് സമയം കിട്ടിയില്ല. അള്ളാഹു ആ വീട്ടുകാർക്കും നല്ല ഖൈറും ബറക്കത്തും നീ നൽകണം റഹ്മാനെ. അങ്ങനെ ആ കാലഘട്ടത്തിൽ തേങ്ങ ഇടുമ്പോ, തേങ്ങ പറിക്കുമ്പോ 1000 പേടുണ്ടാവും ഒരൊറ്റ വലിയില്. അപ്പൊ അയാൾക്ക് നല്ല തേങ്ങ എത്ര ഉണ്ടാവും അതാ കണക്കൂട്ടേണ്ടി. 1ാം ക്ലാസ്സിൽ തോറ്റവരില്ലാന്ന് എഴുതിയാൽ, ഞങ്ങളെ നാട്ടിലുള്ള ഭാഷ പറഞ്ഞാൽ വാട്ടപ്പൂള എന്ന് പറയും. അതിനെപ്പറ്റി എന്താ ഇവിടെ പറയാ? കപ്പ അല്ലെ, കപ്പപ്പൂള. എന്ന് പറഞ്ഞാൽ പൂള ഉണക്കിയിട്ട് അല്ലേ, അത് വാട്ടിയിട്ട് എന്ത് ചെയ്യും, മഴക്കാലത്തേക്ക് എടുത്തു വെക്കും. ആ കാലഘട്ടത്തിൽ ഒന്നും ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവില്ല, അത് കഴിക്കും. അങ്ങനത്തെ കാലഘട്ടമാണ്. അതുപോലെ മാങ്ങാത്തോല് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതും ഇതിൽപ്പെട്ടാണ്. പഴുത്ത മാങ്ങ നല്ലവണ്ണം വാട്ടി ചെത്തി ഉണക്കി അത് മഴക്കാലത്ത് ഒന്നും ഭക്ഷണം കഴിക്കാനില്ലാത്ത കാലത്തൊന്നും അതിന് മാങ്ങാത്തൂലെന്ന് പറയും. നിങ്ങൾ എന്ത് അർത്ഥം വെച്ചാലും മടിയിലേ. അപ്പൊ അങ്ങനെ ഇതൊക്കെ ഉള്ള കാലഘട്ടം. അത്രയും വറുതിയുള്ള ഈ കാലഘട്ടത്തിൽ അയാളെ വീട്ടിക്ക് പോയാലാണ് മര്യാദയ്ക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റുക. അത്രക്കും വലിയ പൈസക്കാരനുള്ള ഇയാളോ യാത്ര ചെയ്യുമ്പോ ഇയാളെ കൂടെ ഒരു മോലേരുണ്ടാവും. എന്തിനാണ് മോലേര്? വഴിയിൽ വെച്ചുകൊണ്ട് ബാങ്ക് കൊടുത്താല് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉസ്താദിനെ കൊണ്ട് നടക്കണം. ഇത്രക്കും വലിയ മനുഷ്യനാ. ഇനിയിപ്പോ ഇയാളെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ചില ഒരൊറ്റ വാക്കുകളെ കൊണ്ട് ചിലപ്പോൾ ഉഖ്റവിയായ കുരുത്തക്കേട് വാങ്ങും. ഞാൻ കുരുത്തക്കേട് 2 ഉണ്ട് എന്ന് പറഞ്ഞു, 2 ഞാൻ പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട കുട്ടികളോട് പറഞ്ഞു, ഉസ്താദെ ഇയാള് വന്നിട്ട് പറയാണ്, ഉസ്താദെ നമ്മളെ ദർസിലെ കുട്ടികൾക്ക് ഒരു പരീക്ഷ നടത്തണമെന്നാണ്.
അന്ന് അങ്ങനെ ദർസിൽ പരീക്ഷ ഒന്നുമില്ല. ദർസിൽ പൊന്നാണിങ്ങളൊക്കെ പോയിട്ടില്ലേ? എന്നാ പോയാലോ കൈ പൊക്കട്ടെ. ആ റെഡിയാ. അപ്പൊ പൊന്നാണി പള്ളി ചെന്നാക്കണ വലിയൊരു വിളക്ക് കണ്ടില്ലേ? ആ വിളക്കത്തിരുന്ന് ഓതുക. ലാസ്റ്റ് കിതാബ് ഓതി കഴിഞ്ഞതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അങ്ങനെ മർക്കസ്ക്കും പട്ടിക്കാട്ടുക്കൊന്നും പോകലില്ല. അന്ന് അങ്ങനെ പൊന്നാണി പോയിട്ട് ആ വിളക്കത്തിരുന്ന് ഓതുക. ആ ഓതലോടുകൂടെ മൂപ്പർക്ക് ഡിഗ്രി കിട്ടി. അതാണ്. അങ്ങനെ 2 കിതാബ് ഓതി കണ്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റൂല. ആ കാലഘട്ടത്തിലാണ് ഇയാള് കുട്ടികൾക്ക് പരീക്ഷ നടത്തണം എന്ന് പറയണത്. അപ്പൊ കുട്ടികളൊരു പറഞ്ഞു, ദർസിലെ കുട്ടിയൊക്കെ അങ്ങനെ പരീക്ഷ ഒന്നും നടത്താറില്ല. ഇപ്പോഴാണ് പിന്നെ പരീക്ഷയൊക്കെ വന്നത്. ഇപ്പൊ ഇന്ന് പിന്നെ ദർസ്ക്ക് സ്കൂൾ എല്ലാം കൂടി കയറി കൂടിയോണ്ട് അവിടെ പരീക്ഷ വേണം. പഴയ കാലത്ത് നമ്മൾ ഉസ്താദ്മാരോ ആരും അങ്ങനെ ദർസിലൊരു പരീക്ഷ ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഉസ്താദിനോട് പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞ അങ്ങനെ പരീക്ഷ നടക്കില്ല എന്ന് പറഞ്ഞപ്പോ മൂപ്പരോട് അങ്ങനെ മറുപടി ഒന്നും എതിര് പറയാൻ പറ്റൂല. മൂപ്പര് തിരിച്ചു പറഞ്ഞു, അല്ല പരീക്ഷ നടത്തണം. പിന്നെ രണ്ടാമത് ഇനി അതിന് പറ്റൂല എന്ന് പറഞ്ഞാൽ ചിലപ്പോ മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാവില്ല, ശമ്പളം ഉണ്ടാവില്ല. ഏതെല്ലാം സൈസ് കുരുത്തക്കേട് വാങ്ങിച്ച ആളുകളുണ്ട് അറിയങ്ങൾ. ചില പള്ളിയുടെ കമ്മിറ്റിക്കാര്, മദ്രസന്റെ കമ്മിറ്റിക്കാര്, ഇവരൊക്കെ ഉസ്താദുമാരെ കുരുത്തക്കേട് വാങ്ങി വെച്ച കുറെ ആളുകളുണ്ട്. ഇന്നാള് ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോ അവിടെ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടുകാരൻ, അയാള് പ്രസിഡന്റാണ്. അയാളിനോട് പറഞ്ഞു, ഉസ്താദെ നമ്മളെ പള്ളി തുടങ്ങിയിട്ട് 9 കൊല്ലായി, 8 കൊല്ലത്തിൽ മൂലരെ പിരിച്ചുവിട്ടത് ഞാനാണ്. ആ അൽഹംദുലില്ലാ, നല്ല ഒരു ഫضലാണ് അല്ലേ? 8 കൊല്ലത്തെ മൂലർക്ക് ഭക്ഷണം കൊടുത്തതല്ല പറഞ്ഞ്, 8 കൊല്ലത്തെ മൂലരും പിരിച്ചുവിട്ടാണ് ഞാൻ. കൊല്ലം മൂലരെ പിരിച്ചുവിടും. വലിയ കറാമത്ത് ഉള്ള ആൾ തന്നെയാണ് അപ്പൊ അയാള് അല്ലേ? ഞാൻ പറഞ്ഞു ബാക്കി 1 കൊല്ലം കൂടി താമാക്കിയ സ്വർഗത്ത് കിടക്കേനിയാണ്. ചില ആളുകൾ അങ്ങനെയുണ്ട്. അപ്പൊ ചില കുരുത്തക്കേട് വാങ്ങി വച്ചാൽ ഓന്റെ ദുനിയാവ് കഴിഞ്ഞു, ദുനിയാവ് കഴിഞ്ഞാ ആഖിറവും കഴിഞ്ഞു. അങ്ങനെ കുട്ടികളോരോട് ഇങ്ങനെ പറഞ്ഞപ്പോ പരീക്ഷ നടത്താൻ പറഞ്ഞപ്പോ പരീക്ഷ നടത്തി നോക്കുമ്പോ ഇയാള് കരുതിയമാതിരിയുള്ള മാർക്കൊന്നും കുട്ടിയാക്കില്ല. അല്ലെങ്കിലും പരീക്ഷ പേപ്പറിൽ ജയിച്ചതോ അനുസരിച്ചൊന്നും ഞമ്മക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരാളെ വിവരം കണക്കാക്കാൻ പറ്റില്ല. ഒരു ചങ്ങായി, ഒരു കുട്ടി SSLC പഠിക്കണ ചങ്ങായി 1 മുതൽ 99 വരെയുള്ള ക്വസ്റ്റ്യൻ ഉഷാറായിട്ട് പഠിച്ച് 100ാമത്തെ തോമ്പ് പഠിച്ചില്ല. പിന്നെ വേറൊരു ബിരുദം ഉണ്ടായിനി അപ്പുറത്ത്. ഓനാകെ 1 മാത്രം 100ാമത്തെ മാത്രം പഠിച്ചോ. ഓനങ്ങനെ 1, 2, 3 ഒക്കെ അവിടെ കണ്ണുമ്പി കറക്കി കുത്തി അങ്ങനെ ഒരു കുത്തലൊക്കെ ഉണ്ട് കുട്ടിയൊക്കെ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ മാത്രം പഠിച്ച് പരീക്ഷയിൽ വന്നപ്പോ ഇവൻ പഠിക്കാത്ത 100ാമത്തെ ക്വസ്റ്റ്യൻ മാത്രം വന്ന്. അപ്പൊ ഒരു ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും മാത്രം പഠിച്ചോനും ജയിച്ചു. 99 പഠിച്ചോ തോറ്റും ചെയ്തു. ഇവിടെ വിവരം ആർക്കാ? തോറ്റോനാ ജയിച്ചോനാ? ആർക്കാണ്? തോറ്റോനാണ്. കാരണം തോറ്റവൻ എന്ത് ചെയ്തിട്ടുണ്ട്? 99 ചോദ്യവും അതിന്റെ ഉത്തരവും പഠിച്ചിട്ടുണ്ട്. ബിരുദൻ എന്തേ ചെയ്തിട്ടുള്ളൂ? ഒരൊറ്റ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പം ഇവിടെ മാർക്ക് കണ്ടുകൊണ്ട് ഒരാളുടെ വിവരം തൂക്കാൻ പറ്റൂല. അതുകൊണ്ട് ഉസ്താദ് പരീക്ഷ നടത്തിയപ്പോൾ ഇദ്ദേഹം കരുതിയതുപോലെയുള്ള മാർക്കുകൾ ഉസ്താദുമാർക്ക് കണ്ടില്ല. ഉസ്താദുമാരുടെ മാർക്ക് ലിസ്റ്റ് ഉസ്താദിനോട് പറഞ്ഞു, മുതഅല്ലിമീങ്ങളെ മാർക്ക് ലിസ്റ്റ് വുളൂന്റെ അവിടെ 2 കൈയും കണ്ണും മേലോട്ട് ഉയർത്തി നമ്മളൊരു ദിക്ർ ചൊല്ലലുണ്ട്, ഒരു ദുആ. ആ ദുആ അങ്ങനെ ദ്വാരക്കുമ്പോ കണ്ണിങ്ങനെ മേലോട്ട് ഉയർത്തുമ്പോ ഈ മാർക്ക് ലിസ്റ്റ് കാണണം, അവിടെ തൂക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോ അവിടെ തൂക്കി നോക്കുമ്പോ ഇയാള് വന്നിട്ട്, ഈ മുതലാളി വന്നിട്ട് ഈ മാർക്ക് ലിസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോ മാർക്കൊക്കെ കമ്മിയായപ്പോ ഒരൊറ്റ വാക്ക് അയാൾ, ഒരൊറ്റ വാക്ക്. ആ വാക്ക് എന്താ അറിയങ്ങള്? ഈ കെൽബിന്റെ മക്കൾക്കാ ഞാൻ തിന്നാൻ കൊടുക്കണത്. നഊദു ബില്ലാഹ്. ഈ കെൽബിന്റെ മക്കൾക്കാ ഞാൻ തിന്നാൻ കൊടുക്കണത്. കെൽബ് എന്നതിന്റെ അർത്ഥം എല്ലാവർക്കും തിരിയും. അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ പറയാഞ്ഞത്. കാരണം എപ്പോഴും ഉപയോഗിക്കുന്ന പദമാണ് നമ്മള്.
മദ്രസന്ന് അങ്ങനെ കുറെ വീട് പഠിച്ചിട്ടുണ്ട്. റാജത്തുൻ മുദല്ലത്തുൻ മർക്കബൊക്കെ പഠിച്ചിട്ട് അതൊക്കെ മറന്നുപോയി. പക്ഷെ കെൽബിന്റെ അർത്ഥം ആരും മറന്നില്ല. കാരണം എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ചിലവര് ഭാര്യമാരെ എപ്പോഴും വിളിച്ചാൽ അങ്ങനെയാ, കെൽബ് എന്നാ വിളിച്ച. നാളെ ഞാൻ സദസ്സിൽ ചെന്നപ്പോ ഒരു സഹോദരന്റെ എഴുത്ത്, ഉസ്താദ് എന്റെ ഭർത്താവ് അയാൾ ഓട്ടോ ഡ്രൈവറാണ്. ഇയാൾ ഇടക്കിടക്ക് ചാവി മറക്കും പോകുമ്പോ. അപ്പം ഭാര്യനോട് പറയും ആ ചാവിന്റെ എടുത്താ, അങ്ങനെ വിളിച്ച. അപ്പൊ എപ്പോഴും അങ്ങനെ തന്നെ വിളിച്ചപ്പോ ഈ ഭാര്യക്ക് തോന്നി എന്റെ ഭർത്താവിന് നല്ല ഇഷ്ടപ്പെട്ട പേരാണ് കെൽബ്. അപ്പൊ ഒരു ചോദ്യമാണ്. അപ്പോ ഞാൻ ആ കെൽബ് നിലയിൽ അർത്ഥം മാറ്റിയിട്ടുണ്ട്. എന്ത് പൂമോളെ നാക്കിക്കണ അതല്ല. അപ്പൊ പൂമോളെ ആ ചാവിന്റെ എടുത്തെന്നായല്ലോ. അപ്പൊ നല്ല പെണ്ണ, സ്വലാത്തുള്ള പെണ്ണാണ് ആണോ. അപ്പൊ നമ്മൾ അത് റെഡിയാണ്. ഏതെങ്കിലും ഒരാൾക്ക് ഈ മണ്ടായാലും കഴിച്ചിലാവുമല്ലോ അല്ലേ. അപ്പൊ അതുകൊണ്ട് ചില ആളുകൾ അങ്ങനെയുണ്ട്. അങ്ങനെ ഈ കെൽബിന്റെ മക്കൾക്കാ ഞാൻ തിന്നാൻ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതോടുകൂടെ അയാൾക്ക് ഉഖ്റവിയായ കുരുത്തക്കേട് വരികയാണ്. ആ കുരുത്തക്കേട് അതാ ആക്കിബത്താണ്, നഷ്ടപ്പെട്ടു പോയി. പിന്നെ അയാള് പേര് ഞാൻ പറയണില്ല, ഇത് ഓൺലൈനിലൂടെ പോണത് കൊണ്ടാ പറയാത്തത്. ഇത് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ ഇതിന്റെ കുടുംബത്തിൽ നിന്ന് ഫോണ് വന്നതാണ്. അതുകൊണ്ടാണ് പേര് പറയാത്തത്. അയാൾ ആക്കിബത്ത് നഷ്ടപ്പെട്ടു. അവസാനം അയാള് ഒരു അമുസ്ലിമാവുകയും പൂനൂൽ ധരിക്കുകയും ആ രൂപത്തിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു. അപ്പൊ കുരുത്തക്കേടാണ് നമ്പർ 1 പ്രവർത്തനം. അപ്പൊ ഈ സദസ്സിന്റെ ആദരവ് എത്രയാ? മാഷാ അല്ലാഹ്, വർഷങ്ങളോളം പഴക്കമുള്ള അൽഹംദുലില്ലാഹ് ഈ ഉറൂസ് മുബാറക്ക്, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. ഈ സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത് കാരണമായി നാളെ സ്വർഗത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അത് മതി. ഉസ്താദുമാരൊക്കെ പറയാറുണ്ട്, എടാ 75% കുരുത്തം പൊരുത്തുവാണ്. കുട്ടികളോട് പറയും 75% പൊരുത്തവും പൊരുത്തുക, 25% പഠിച്ചാൽ മതി, ബാക്കിയും റെഡിയാവും. എന്തെല്ലാം അപകടങ്ങൾ! അത് കുറെ കഴിവുണ്ടായിട്ട് കാര്യമില്ല. നല്ല മാർക്ക് വാങ്ങി എല്ലാ കഴിവുണ്ട്, പക്ഷെ കുരുത്തക്കേട് വാങ്ങി വെച്ചോ, ഓന്റെ ആ കഴിവുകൊണ്ട് ഒരു കാര്യമില്ല. വാപ്പാനും ഇമ്മാനും കുരുത്തക്കേട് വാങ്ങിയോല്, ഉസ്താദ്മാരെ കുരുത്തക്കേട് വാങ്ങിയോല്. ഞാൻ ഒരു തവണ ഗൾഫിൽ ചെന്നപ്പോ അവിടുന്ന് ഒരു ചങ്ങായിനോട് പറഞ്ഞു, തങ്ങളാപ്പ അങ്ങള് ബില്ലാദൻ കമ്പനിയില് പരിചയമുള്ള നമ്മളെ പ്രവർത്തകന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തങ്ങളാപ്പ അറിയുന്ന ഒരാൾ അവിടെ ഉണ്ട്, മൂപ്പരോട് റെക്കമെൻഡ് ചെയ്തിട്ട് എനിക്ക് അവിടെ ഒരു ജോലി വാങ്ങി തരണം. ഇവന് മാഷാ അല്ലാഹ് 4 ഡിഗ്രി ഇവനുണ്ട്. അതോടുകൂടെ അക്കൗണ്ട്സിന്റെ എല്ലാ ഭാഗങ്ങളും പഠിച്ചവനാണ്. കുട്ടികളൊക്കെ നല്ലോണം മനസ്സിലാക്കണം, വലിയോലും മനസ്സിലാക്കണം. അക്കൗണ്ട്സ് മുഴുവൻ പഠിച്ചിട്ടുണ്ട് അവൻ, എല്ലാം പഠിച്ചിട്ടുണ്ട്. എവിടെ ജോലി കയറിയാലും അറബി ഇംഗ്ലീഷിലേക്കും, ഇംഗ്ലീഷ് അറബിയിലേക്കും, ഉറുദുലേക്കും, തമിഴിലേക്കും ഒക്കെ 4 ഭാഷ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്ലേഷന് കഴിവുള്ള ആളാണ്. അങ്ങനെ ഇവ എവിടെ കയറിയാൽ ജോലി കയറിയാലും 4 ദിവസമേ നിൽക്കുള്ളൂ. 4 ദിവസം നിൽക്കുന്നു, 5-ാമത്തെ ദിവസം അവിടെ നിന്ന് ഇറങ്ങും. എന്തേടെ ഇറങ്ങി? അത് ശരിയാവൂല അറിയും. പിന്നെ വേറെ പണി കയറും, അവിടുന്ന് 4 ദിവസം കഴിഞ്ഞ് ഇറങ്ങും. എന്തേ? അത് ശരിയാവൂല. അതൊരു ശൈത്താന്റെ പേരാ. ഈ ശരിയാവൂല തോന്നല്. ശൈത്താൻ അങ്ങനെ പ്രത്യേക പേരൊന്നും ഇട്ടിട്ടില്ല. കുട്ടികൾ പുസ്തകം വായിക്കാൻ തോന്നുമ്പോൾ കുട്ടികൾക്ക് തോന്നും കുറച്ച് ചെയ്യട്ടെ. ആ ശൈത്താന്റെ പേര് കുറച്ച് ചെയ്യട്ടെ എന്നാ. അങ്ങനെയാണ്. വായന നടക്കൂല, എഴുത്ത് നടക്കൂല. സുബൈക്ക് എണീക്കാൻ നമുക്കൊക്കെ താല്പര്യമാണ്. നമ്മളൊക്കെ അലാറം വെച്ച് അങ്ങനെ എണീക്കും. അങ്ങനെ അലാറം ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു 5 മിനിറ്റ് കൂടി കഴിയട്ടെ, ഒരു 5 മിനിറ്റ് കൂടിയാണ് ഉറങ്ങട്ടെ. ആ 5 മിനിറ്റാണ് ഉറങ്ങിയാൽ പിന്നെ അങ്ങനെ സുബൈ ഖളാ ആയിട്ടാണ്. ഉമ്മ അങ്ങനെ രാവിലെ ദോശ ചുടുമ്പോഴാണ് നമ്മൾ എണീക്കുക. അപ്പൊ നമ്മളെ സുബൈ ഖളാ ആക്കിയ ശൈത്താന്റെ പേരെന്താ? 5 മിനിറ്റ്. ആ ശൈത്താന്റെ പേരതാണ്. അപ്പൊ ശൈത്താന് പ്രത്യേക പേരൊന്നുമില്ല. ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ തോന്നും ഇനി മതി, ഞമ്മ പോവാ. അപ്പൊ ആ ശൈത്താന്റെ പേര് അത് തന്നെയാണ്. ഇപ്പൊ കുറെ ആളുകളോട് ഒന്ന് കുറെ പോയിട്ടുണ്ടാവും.
കുറെ ആളുകൾ വന്നു നോക്കി പോയിട്ടുണ്ടാ ഇതിപ്പോ ഏതൊരു തങ്ങള്, ആ തങ്ങളൊന്ന് കാണുക അല്ലേ, ഈ മൂലയില് പ്രസംഗിച്ചാരാ ഓലൊന്ന് കാണാം, അതൊക്കെ ഉള്ള ആളുകളുണ്ടാവും. അങ്ങനെ ഇവന് ഞാൻ എന്റെ കെയർ ഓഫിലായിട്ട് അവസാനം ഒരു ജോലിയാക്കി കൊടുത്തു. ബില്ലാദൻ കമ്പനിയിൽ ഞാൻ പരിചയമുള്ള ഒരാളോട് വിളിച്ചു പറഞ്ഞ് ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് ഓന് ആ കമ്പനിയിൽ ജോലി കയറി. ഓന്റെ ശമ്പളം എത്രയാ? 8,000 റിയാലാ ഓന്റെ ശമ്പളം. മാഷാ അല്ലാഹ്. 8,000 റിയാൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ നാട്ടിൽ കൂട്ടി എത്ര ഉണ്ടാവും? ഒരു 1.5 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാവും. ഇപ്പൊ കൂട്ടേണ്ട കണക്ക് കറക്റ്റ് ആയിട്ട് പെരി എന്നിട്ട് എല്ലായിടത്തും മൊബൈലും കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ടല്ലോ, ഒന്ന് കൂട്ടിയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ കണ്ടോല മുതൽ കൂട്ടാൻ നമ്മൾ ഭയങ്കര ഉസാറാണ്. നമ്മളിത് കൂട്ടുമ്പോഴേ പ്രശ്നം ഉണ്ടാവുള്ളൂ. അയൽവാസിക്ക് എത്ര ബിൽഡിംഗ് ഉണ്ട്, ഓനെത്ര കാറുണ്ട്, ഓനെന്താ, അതൊക്കെ നമ്മളത് വിവരണ്ടാവും. നമ്മളതോ അയൽവാസിന്റെ അടുത്തുണ്ടാവും. അതിൽ നമുക്ക് ഭയങ്കര സഹകരണ. അങ്ങനെയാണ്. ബാക്കി നമ്മളിതിനെ പറ്റി ഭയങ്കര നമുക്ക് ആർക്കും വലിയ പിടുത്തൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാകും. അങ്ങനെ ഇവന് 8,000 റിയാൽ ശമ്പളം വാങ്ങുന്നു, 1,500 റിയാൽ റൂമിന് കൊടുക്കുന്നു, 100 റിയാലിന്റെ റൂമിലോൻ താമസിക്കുന്നു, 1,400 പോക്കറ്റിലിടുന്നു. അപ്പൊ എത്രയായി? 9,400. മലയാളികളാണല്ലോ. ഇവിടെ വരുമ്പോ ഒരു ബ്രൂട്ട് സ്പ്രേയും ഒരു അടിപൊളി കാറൊക്കെ എടുക്കണമെങ്കിൽ അവിടെ മൂട്ടടിച്ചണ റൂമിലായാലും വേണ്ടിയില്ല, അവിടെ അങ്ങനെ ചൊറിഞ്ഞു മാന്തി അങ്ങനെ താമസിക്കും. പ്രവാസികളാകുന്ന ആളുകളുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് വേഗം തിരിയൊലുക്ക്. അങ്ങനെയാണ്. അവിടെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെയാണ് എന്ത് ചെയ്യുക, അവിടെ അങ്ങനെ ജീവിക്കുക. മാക്സിമം ഫീസബിയില് സിഗ്നലിൽ വല്ല വെള്ളം 1 റിയാലിന് ഇങ്ങനെ വെറുതെ ഏതെങ്കിലും അറബികൾ കൊടുക്കണ്ടെങ്കിൽ അവിടെ ക്യൂ. എന്നാ പിന്നെ ആ 1 റിയാൽ കൂടി നാട്ടിൽ അയച്ചാൽ അങ്ങനെ പൈസ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് 1,500 റിയാൽ പിന്നെ റൂമിന് കൊടുത്താൽ 100 റിയാലിന് റൂമിൽ നിന്ന് ബാക്കി 1,400 ഓന്തിക്ക് വെക്കും ബാങ്കിലയക്കാൻ. 3 മാസം കമ്പനിയിൽ കണ്ടിന്യൂ ചെയ്താൽ കമ്പനി ഫ്രീ ആയിട്ട് കാറ് കൊടുക്കും. കൊല്ലത്തിൽ ലീവ് സാലറി, റിട്ടേൺ ടിക്കറ്റ്. അതിന്റെ ഇടയിൽ വല്ല പനിയും വന്നാൽ അതിന്റെ ബില്ല് കമ്പനി പേ ചെയ്യും. ഇനി എന്തിനാ കൂടുതൽ? 2 ലക്ഷം ഉറുപ്പ്യോളം മാക്സിമം ചുരുക്കി പറഞ്ഞാൽ ഓരോ മാസവും വരുമാനമുണ്ട്. മാഷാ അല്ലാഹ്. കമ്പനിയിൽ കയറി 26 ദിവസം കഴിഞ്ഞപ്പോൾ കമ്പനിയിൽ നിന്ന് അവൻ ഇറങ്ങി. 26 ദിവസം കഴിഞ്ഞപ്പോ ഓൻ അവിടുന്ന് ഇറങ്ങി. ഓനോട് ഞാൻ പറഞ്ഞു, എടാ റാഹത്തല്ല ജോലിയൊക്കെ അല്ലോ സാർ, ഞാൻ അവിടുന്ന് ഇറങ്ങിയല്ലോ. എന്തി ഇറങ്ങി? ഞാൻ 26 ദിവസം കഴിഞ്ഞ അവിടുന്ന്. അപ്പൊ 1 മാസം ഫുള്ളാക്കിയില്ലേ? 1 മാസം ഫുള്ളാക്കിയില്ല. അവൻ എന്തേ? അത് ശരിയാവൂല. അത് ശരിയാവൂല. കിതാബിലുണ്ട്, 10 കിതാബിലുണ്ട് ഒരു ഫത്വൽ ഖയ്യൂം എന്ന് പറഞ്ഞ സാധനം, ഒരു കിതാബ്. ആ കിതാബിൽ സമ്മ ഖൈർ ദാക ഖൈർ എന്ന് പറഞ്ഞ 2 സാധനം. അതിന്റെ ഹാഷിയിൽ പറയുന്നത് സമ്മ ഖൈർ ദാക ഖൈർ എന്ന് പറഞ്ഞാൽ 2 ശൈത്താന്മാരെ പേരാണ്. ഇവിടെ നോക്കുമ്പോൾ തോന്നും അവിടെ നിൽക്കണം, അവിടെ നോക്കുമ്പോൾ തോന്നും ഇവിടെ നിൽക്കണം. ടെക്സ്റ്റൈൽസ് കയറി അങ്ങനെയാണല്ലോ. ഇതാണ് വലിച്ചിടുമ്പോൾ അതിന് പറ്റാണ്. അങ്ങനെ 10 രൂപയൊക്കെ വലിച്ചിടിച്ചിട്ട് ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പുറത്തെ കടയിൽ കയറും. അപ്പൊ നല്ല ഇഷ്ടകാരം അവിടുത്തെ ആ ചങ്ങായിക്ക് നമ്മളോട് നല്ലൊരു കസ്റ്റമർ രാവിലെ തന്നെ അല്ലേ, അങ്ങനെ ഉണ്ടാവും. അപ്പൊ സമ്മ ഖൈർ ദാക ഖൈർ. ഇവൻ ഇത്രയും 2 ലക്ഷത്തോളം ശമ്പളം വാങ്ങുന്ന ഈ കൂട്ടുകാരൻ അവിടുന്ന് 26 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ കമ്മിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ചങ്ങ എനിക്ക്? ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് ജോലി തരണതിന് മുമ്പ് എന്തോ ഒരു കാര്യമായ പ്രശ്നം എനിക്ക് കുരുത്തക്കേട് എനിക്ക് പറ്റിയിട്ടുണ്ട്. ദഹിക്കാത്തത് പോലെ ഒരാൾ കുരുത്തക്കേട് വാങ്ങി വെച്ചിട്ട് പിന്നെ സ്വലാത്തെല്ലിട്ടും കാര്യമില്ല, ദിക്റെല്ലിട്ടും കാര്യമില്ല, ഉറൂസിൽ പങ്കെടുത്തിട്ടും കാര്യമില്ല, 4444 4 സ്വലാത്തെല്ലിട്ടും കാര്യമില്ല, ഒരു സ്ഥലത്തും തെക്കടക്ക് തിരിയില്ല. ഇവനോട് ഞാൻ ചോദിച്ചു, നീ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഇവൻ പറഞ്ഞു, കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ ചെറിയ ഒരു ഫിത്ന ചെയ്തിട്ടുണ്ട്. അതെന്താ ചോദിച്ചു? ഞാൻ SSLC പഠിക്കുമ്പോൾ ലാസ്റ്റ് സബ്ജക്ട് എക്സാം കഴിഞ്ഞ് ഒരു സെൻഡ് ഓഫ് നടത്താറുണ്ട്. ഇപ്പൊ നമ്മളെ കുട്ടികളൊക്കെ SSLC കഴിഞ്ഞാണ്ട് ഓല കണ്ടാണ് ഇപ്പൊ താഴെയുള്ളവരൊക്കെ തുടങ്ങിയിരിക്കണം. ആ സെൻഡ് ഓഫ് നടത്തിയപ്പോ കുറെ ശൈഖന്മാർ ഇവിടെ ഉണ്ട്. സെൻഡ് ഓഫ് കഴിഞ്ഞ ആളുകൾ ഓല് നടത്തിയ കോലം ഒന്നിരിക്കലും അവിടെ തീരണ ഫേണ്ടെങ്കിൽ മാക്സിമം അത് കറങ്ങാതിരിക്കാനുള്ള എന്തൊക്കെ റൂട്ട് മൂപ്പര് ചെയ്യും. കത്തുന്ന വൾവുണ്ടെങ്കിൽ അത് കെടുത്ത, അത് പിന്നെ കത്താൻ പാടില്ല. തണുപ്പിന് വെച്ച് പിടിക്കപ്പെട്ട മരം ഉണ്ടെങ്കിൽ അത് കേടെടുത്ത. ഇതൊക്കെയാണ് അവിടെ ചെയ്ത സംഗതി. ടൈമർസുണ്ടോ? ഫോൺ വരുന്നുണ്ടോ? ആ ഫോൺ വന്നിട്ടില്ലല്ലോ.
ഞാൻ വരുമ്പോഴുള്ള ബോക്സൊക്കെ ഓഫാക്കിയാണ്, അതുകൊണ്ടാണ് പ്രസംഗിക്കണേ. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രസംഗിക്കണേ. ഇനി നമ്മളും നിങ്ങൾ തന്നെ ഈ ഒച്ച കേൾക്കണുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാ മഹാന്മാരെ വർക്കത്തോണ്ട് എന്ത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇൻഷാ അല്ലാ. കാരണം അങ്ങനെയാണ്. ഞാനിപ്പോ ഈ ബോക്സുമ മാത്രം വർത്താനം പറയാണ്. എനിക്ക് മൈക്കമുക്ക് നിന്നാ അറിയാം അങ്ങനെ ഒരു ചെറിയ കറാമത്തുണ്ട്. ഇത് എത്ര ബോക്സ് ഇവിടെ വർക്ക് ചെയ്യേണ്ടി നോക്കാൻ. ഇങ്ങക്ക് ഇന്ന് മാത്രമേ സമാപനമുള്ളൂ, ഞങ്ങൾക്ക് എന്നും സമാപനാണ്. അപ്പൊ മൈക്ക് ശരിയാകാഞ്ഞ ഒരുപാട് പള്ളി മദ്രസ ഉണ്ടാക്കല് നിൽക്കും. ഇന്ന് ക്ഷീണിച്ചാൽ നാളെ ആ ക്ഷീണം കാണും. എന്റെ ഒരു ലക്ഷ്യം എനിക്ക് സ്വന്തമായി പള്ളി മദ്രസ കോളേജ് എത്തിങ്കാനോ ഒന്നും എനിക്കില്ല. ഓടി ശമ്പളവും വാങ്ങണില്ല. പിന്നെ എന്റെ പണി എന്താ? 313 മദ്രസ ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുകയാണ്. അതിൽ 110 മദ്രസ 109 മദ്രസ പൂർത്തിയായി. 110ാമത്തെ മദ്രസ ഇൻഷാ അല്ലാ ഈ വെള്ളിയാഴ്ച ചെറുപ്പ ഇൻഷാ അല്ലാ കുറ്റിയടിക്കും. അള്ളാഹു പൂർത്തീകരിക്കാൻ തൗഫീഖ് മാറട്ടെ. ആ മദ്രസകളിൽ 54 മദ്രസ എസിയാണ്. നിങ്ങളെ മദ്രസ എസിയാ? സെൻട്രൽ എസി അല്ലേ? എല്ലായിടത്തും കാറ്റാപ്പോ അങ്ങനെ പഴയ സിലബസിലൊന്നും ഇപ്പൊ ഓടിയാ നടക്കൂല മദ്രസ ഒന്നും. ഇപ്പൊ മദ്രസ കുട്ടികളെ കിട്ടണില്ല. ആ പഴയ സിലബസ് ഒന്നും പറ്റില്ല. കുട്ടികൾ നല്ല സ്മാർട്ട് ക്ലാസ് റൂം ആകണം, നല്ല ഹൈടെക് ക്ലാസ് റൂം ആകണം. അൽഹംദുലില്ലാ ഫേസ്ബുക്കിൽ ചിലപ്പോ നിങ്ങൾ കോട്ടക്കലടുത്ത് കുറുക എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ചാനൽ വന്ന ഒരു മദ്രസ ഫേസ്ബുക്കിൽ ഓടുന്നുണ്ട്. അത് കണ്ടോലും ഇവിടെ ആരെങ്കിലും ഉണ്ടാവാം? ആ ഉണ്ടെങ്കിൽ ഒന്ന് കൈപോക്കട്ടെ. അങ്ങനെ ആ മദ്രസ കണ്ടവരോടുണ്ട്. ഉണ്ട്. ആ മദ്രസ സ്മാർട്ട് ആക്കാൻ 3.25 ലക്ഷം റുപ്യ ചെലവാണ്. 3.25 ലക്ഷം റുപ്യ. പഴയ സിലബസിലൊന്നും ഓടിയപ്പം നടക്കില്ല. ഇപ്പൊ കുട്ടികൾ അൽഹംദുലില്ലാ നമ്മളെങ്ങനെയാ മദ്രസയിൽ പഠിച്ച് മത്തം കറി അസുലം കുത്തി ബഷീർ ഗീസ കുനിയൻ അമ്മിയിൽ കയറി മണ്ടൻ ഉണ്ടതെന്നു. ഇത് ഈ ന്യൂ ജനറേഷനിൽ വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിക്കുന്ന ഈ കൗമിനോട് കുനിയൻ അമ്മിയിൽ കയറി എന്ന് പറഞ്ഞാൽ ഏതാ ഈ മൂല്യരാണ്? ഇതൊക്കെ നേരം പെടുത്തില്ല അല്ലേ? ഓൾക്ക് കുനിയനും തിരിയില്ല, അമ്മിനും തിരിയില്ല. കുനിയൻ മിക്സിയിൽ കയറി എന്ന് പറഞ്ഞാലോ അത് നല്ലോണം തിരിയും. കാരണം മിക്സി ഇടയ്ക്ക് ചിക്കും ബട്ടറൊക്കെ അടിക്കണോണ്ട് ഓൾക്ക് നല്ല അതിനെ പറ്റി നല്ല ഐഡിയ ഉണ്ടാവും. അതുകൊണ്ട് അതൊന്നും ഇപ്പൊ പറ്റൂല. ഏതായാലും ഇരിക്കട്ടെ, ഞാൻ നിർത്തുകയാണ്. ഞാൻ അത്രയും ഓടി വന്നിട്ട് എന്തെങ്കിലും ഇങ്ങോട്ട് പറയാതെ പോകാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാ അതൊക്കെ മഹാന്മാരെ ഹിമായത്ത് നമുക്കുണ്ടാവും. അള്ളാഹു എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. അൽഹംദുലില്ലാ നല്ലത് ചെയ്യാനും നമ്മൾ ഫോൺ ചെയ്യുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും നല്ലതിന് വേണ്ടിയാകണം. അങ്ങനെ അൽഹംദുലില്ലാ ഈ ചങ്ങാതി പറഞ്ഞു, ഞാൻ ഇതാണ് ഇപ്പോഴത്തെ കാലത്തെ സെന്റ് ഓഫ്. അങ്ങനെ സെന്റ് ഓഫ് നടത്തിയ ആളുകളൊക്കെ ആലോചിച്ചൊഴിഞ്ഞ് ഞാൻ ഇവിടുന്നാണ് പറയുന്ന വിഷയം. ഇവൻ പറഞ്ഞു, ഞാൻ നടത്തിയത് ഞാൻ ലാസ്റ്റ് സബ്ജക്ട് എക്സാം കഴിഞ്ഞ് പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞങ്ങളുടെ ക്ലാസ് റൂമിലുണ്ടായിരുന്ന ടീച്ചറെ ഞങ്ങൾ കല്ലെടുത്ത് എറിഞ്ഞിരുന്നു. ഓൻ ചെയ്ത കുരുത്തക്കേടാണ്. SSLC കഴിഞ്ഞ് 8 വർഷത്തോളം പഠിപ്പിച്ച ഹിന്ദി ടീച്ചറെ ഞാൻ കല്ലെടുത്തെറിഞ്ഞിരുന്നു. ഞാൻ ചോദിച്ചു അവനോട് എന്റെ ഭാഷയിൽ, എടാ വെട്ടല്ലോണ്ടിട്ട് എറിഞ്ഞു ചോദിച്ചു. നിങ്ങൾ കുറെ ആളുകൾ കൂടി അറിയാൻ. അപ്പോൾ അവന്റെ മറുപടി, ഉസ്താദേ എറിഞ്ഞത് ഞാൻ തന്നെയാണ്. എന്റെ കൂടെ 8 ആളുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ 8 ആളുകൾ ഒന്നിച്ചു നിന്നു. അതിൽ നിന്ന് എറിഞ്ഞത് ഞാന്. 8 ആളുകൾ ഞങ്ങൾ കൂടി നിൽക്കാനുള്ള കാരണം ഏറ് കൊള്ളുമ്പോൾ ടീച്ചർ തിരിഞ്ഞു നോക്കുമ്പോൾ ആരാണ് എറിഞ്ഞതെന്ന് ടീച്ചർക്ക് തിരിയാൻ പാടില്ല. അതിന് ഞങ്ങൾ കൂട്ടമായി നിന്നു. അതിൽ നിന്ന് ഞാൻ എറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ടീച്ചർ എന്തേ ചെയ്തു വെച്ചു? ടീച്ചർ ഒന്നും ചെയ്തില്ല. ടീച്ചർ ഒരു 5 മിനിറ്റ് നേരം ഞങ്ങളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. അതാണ് കുരുത്തക്കേട്. ആ നോട്ടം കണ്ടാ. ചിലോര് വെറും ചീത്ത പറയലാണ് കുരുത്തക്കേട്, ചിലോര് വെറും അടിവാങ്ങലാണ് കുരുത്തക്കേട്. അതൊന്നുമല്ല, നോട്ടവും കുരുത്തക്കേടാണ്. ആ നോട്ടത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് ശത്രുക്കളുടെ മർദ്ദനം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ മദീനയിലേക്ക് പുറപ്പെടുകയാണ്. മദീനയിലേക്ക് പുറപ്പെടുമ്പോൾ മുത്തുനബി വാഹനപ്പുറത്ത് കയറി അവസാനമായി മക്കയിലേക്ക് ഒരു നോട്ടം. അല്ലാ, മക്കത്ത് നിന്ന് ഞാൻ മദീനത്ത് ഒപ്പം നിങ്ങളെ ഈ നാട്ടിൽ പ്രസവിച്ച ആളുകളാണ്. നിങ്ങൾ അവിടുന്ന് നാട് കടത്തുകയാണെങ്കിൽ നിങ്ങൾ നോക്കൂല, ഒന്നും കൂടി ഇങ്ങോട്ട് നോക്കും എന്നതുപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് ഒരു നോട്ടം ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു ആയത്ത് ഇറങ്ങിയത്. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാതുക ഇലാ മആദ്.
ഈ ആയത്താണ് നമ്മൾ യാത്ര പുറപ്പെടുമ്പോ സുന്നത്ത് ഓതല്. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന റാദ്ദുക ഇലാ മആദ്. നബിയെ തങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ എങ്ങോട്ട് തന്നെ കൊണ്ടുവരും എന്ന് തുടങ്ങുന്ന ഈ സൂക്തം ഇറങ്ങാൻ കാരണം ഈ ഒരൊറ്റ നോട്ട അടാ. അപ്പൊ ആ നോട്ടത്തിന് അർത്ഥമുണ്ട്. അപ്പൊ എന്നതുപോലെ ഈ ടീച്ചർ നോക്കിയ നോട്ടത്തിന് അർത്ഥമുണ്ട്. കാരണം എന്താ? ആ നോട്ടം കുരുത്തക്കട അല്ലേ? ഗൾഫിൽ പോകുമ്പോ 6 മാസം ലീവ് കഴിഞ്ഞിട്ട് പ്രവാസിയാകുന്ന ഒരാള് ഉമ്മാനോടും ബാപ്പാനോടും യാത്ര പറഞ്ഞ് 3 വയസ്സാകുന്ന കുട്ടിയുടെ കവിളിൽ ചുംബിച്ച് അവൻ കാറിന്റെ ബാക്കിൽ കയറി പോകുമ്പോ ഒന്നും കൂടി പരമക്ക് നോക്കും, അല്ലാ ഞാൻ ഈ പരീക്കുന്നെത്താ. വാപ്പാന്റെ മുഖത്ത് ഒരു നോട്ടം, അല്ലാ ഇനി എന്റെ ഉപ്പയെ ഞാൻ എന്നാ കാണുക? ഞാൻ വരുമ്പോ എന്റെ ഉപ്പ ഉണ്ടാവുമോ? 3 വയസ്സാകുന്ന കുട്ടിക്ക് ഞാൻ എന്നും ഐസ്ക്രീം വാങ്ങി കൊടുത്തിട്ട് ആലോചിച്ചിരുന്നു, ഇനി 3 വയസ്സാകുന്ന കുട്ടിക്ക് ഞാൻ ഐസ്ക്രീം വാങ്ങി കൊടുക്കാൻ എന്നാണ് വരിക? തുടങ്ങിയ അർത്ഥങ്ങൾ, ഒരുപാട് അർത്ഥമുണ്ട് ആ നോട്ടത്തിന്. ഈ ഒരൊറ്റ കുരുത്തക്കേട് വാങ്ങിയ ഇവൻ സമ്പത്ത് കൊണ്ട് ഒരു കമ്മിയില്ല, 400 പവൻ സ്വർണ്ണാണ് ഓൻ പെണ്ണെട്ടി അവൻ വാങ്ങിക്കണേ. അത്രയും സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ആളാണ്. നമുക്ക് ഓന്റെ സ്വർണ്ണം അറിയണം എന്താ വെച്ചാൽ ഓന്റെ സ്വർണ്ണൊക്കെ ലോക്കറിൽ കൊണ്ടുവച്ച് ഇടക്കിടക്ക് പള്ളിക്കും മദ്രസക്കും സ്ഥലം എടുക്കുമ്പോ പൈസ കൊടുക്കുമ്പോ ഓന്റെ സ്വർണ്ണം വാങ്ങല്. അതുകൊണ്ടാണ് നമുക്ക് ഓന്റെ സ്വർണ്ണം കറക്റ്റ്. കൂട്ടുകാർ, എന്റെ ചെറുപ്പക്കാർ എല്ലാരും മനസ്സിലാക്കുക, ബാപ്പാനിമാനും കുരുത്തക്കേട് വാങ്ങിക്കണോ? പോയി കുരുത്തപ്പിടിച്ചോളൂ. ഉസ്താദുമാരെ കുരുത്തക്കേട് വാങ്ങിക്കണോ? കുരുത്തപ്പിടിച്ചോളൂ. ഈ മഖാമിനോട് മോശമായി വല്ലപ്പോഴും നിങ്ങളുടെ കൽബിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കരഞ്ഞു പോയി പ്രാർത്ഥിച്ച് പൊരുത്തപ്പെടിക്കണം. ആ പൊരുത്തപ്പെടിക്കുമ്പോഴേ നമുക്ക് കുരുത്തവും വാങ്ങാൻ കഴിയും. അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ സംഭവം. അല്ലാഹു തആല മഹാന്മാരുടെ കുരുത്തവും പൊരുത്തവും വാങ്ങുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തിയിരട്ടെ. ഒരിക്കലും നിസ്കരിച്ച നിസ്കാരങ്ങളെ കൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന നമുക്ക് ഉറപ്പില്ല. നമ്മളെ നിസ്കാരം ഫുള്ളായിട്ട് അല്ലാഹ് കബൂലാക്കിക്കണോ ഇല്ലെന്ന് നമുക്കറിയാതെ അതുകൊണ്ടൊന്നും സ്വർഗത്തിൽ കടക്കാൻ കഴിയൂല. നമ്മൾ നൽകിയ ദാനധർമ്മങ്ങളെ കൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ കഴിയൂല. പിന്നെ ആരെ ഷഫാഅത്താ ഉണ്ടാകുക? നമ്മളെ മഹാന്മാരെ ഷഫാഅത്താ ഉണ്ടാകുക, നമ്മളെ ഉസ്താദുമാരെ ഷഫാഅത്താ ഉണ്ടാകുക. നാളെ മഹ്ശറയിൽ സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിന്റെ അടുക്കൽ എത്തുമ്പോൾ ആദ്യം കടന്നു വരുന്ന ആബിദീങ്ങളാ, ഓരോട് പെട്ടെന്ന് സ്വർഗത്തിൽ കടക്കാൻ പറയും. രണ്ടാമത് വരുന്ന നമ്മളെ ഉസ്താദുമാരാ, ഓരോട് പറയും നിങ്ങൾ ഇവിടെ നിൽക്കണം എന്ന് അറിയും. പഠിച്ചോ എന്നിട്ടോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ ശുപാർശ ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ കയറ്റണം എന്നറിയും. അപ്പൊ പള്ളിക്ക് സഹായിച്ചോല്, മദ്രസക്ക് സഹായിച്ചോല്. ഇപ്പൊ അൽഹംദുലില്ലാഹ് 109 മദ്രസ പൂർത്തിയായപ്പോ 18 കോടി ഉറുപ്പ്യ അതിന് ചെലവുണ്ട്. അത് അറബിയാളെ പൈസയല്ല, 4 മാത്രമേ അറബിയാളതുള്ളൂ, ബാക്കി മുഴുവനും മലയാളികളാകുന്ന നിങ്ങളെപ്പോലത്തെ പാവങ്ങൾ തന്നാണ്. അള്ളാഹു അവർക്കൊക്കെ ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. അപ്പൊ മദ്രസക്ക് സ്ഥലം തന്നോലുണ്ടാവും, പള്ളിക്ക് സ്ഥലം തന്നോലുണ്ടാവും, മജ്ലിസിൽ ഭക്ഷണം കൊടുത്ത ആളുകളുണ്ടാവും. ഇന്ന് മഹാൻ അവറുകളെ, ഇവിടുത്തെ മഖാമിൽ അന്തിവിശ്രമം കൊള്ളുന്ന മഹാന്മാരെ മഹബത്ത് വെച്ച് ഇവിടത്തേക്ക് അരി തന്ന ആളുകളുണ്ട്. ഇവിടെ ശരിക്കും നല്ല ആട് ബിരിയാണി വെച്ച് കൊടുക്കണം, ഇറച്ചില്ലാത്ത ചോറൊന്നല്ല വേണ്ടിയേ. അതൊക്കെ ആദരവ് കമ്മിയാക്കെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടം പോലെ പറയാണ്ട്, പക്ഷെ സമയമില്ല. പിന്നെ മൈക്കും കാരണം ചെറിയ ഇതും അങ്ങനെ ഒപ്പിക്കാണ്. അപ്പൊ അതുകൊണ്ട് രണ്ടും പരിഗണിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഇപ്പൊ നിർത്തുകയാണ്. അതൊക്കെ വലിയ സംഭവങ്ങളാണ്. അറബികളാകുന്ന ആളുകളെ ഒരു മജ്ലിസിൽ ഞാൻ ചുരുക്കി, അറബികളാകുന്ന ഒരു അറബിന്റെ മജ്ലിസ് ചെന്നു. അവിടെ സ്വലാത്തിന്റെ മജ്ലിസാ, 4444 നാരിയ സ്വലാത്തിൽ എന്ന അറബിന്റെ മജ്ലിസാണ്. ഇയാളെ മജ്ലിസില് ഇയാള് പറയാണ്, എന്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ് എന്റെ ഏറ്റവും വലിയ സൗകര്യം. നമ്മളൊക്കെ ചെയ്തത് മാസ്റ്റർ ബെഡ്റൂമിലാണ്. നമ്മളൊക്കെ പുരയിൽ നമ്മൾ കടന്നുറങ്ങുന്ന റൂം ഉണ്ടാവും, അതിലാണ് ഉണ്ടാകുക നല്ല ബാത്റൂമും. ആ ബാത്റൂമിലുള്ള എല്ലാ സംവിധാനവും, നല്ല കട്ടിലും AC-യും എല്ലാ കാർപ്പറ്റും, അതുപോലെ തന്നെ നല്ല സോഫ സെറ്റ് ഒക്കെ ഇട്ട് നല്ല വിലപിടിപ്പുള്ള എല്ലാം ഉള്ളതാണ്. മൂപ്പര് പറയാണ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ തനിക്ക് അള്ളാഹു ദുനിയാവിൽ നൽകിയത് അതിനേക്കാൾ ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹിനെ സ്നേഹിക്കുമ്പോൾ ആ റസൂലുള്ളാഹിനോട് സ്നേഹമേ ഉള്ളൂ. അതുകൊണ്ട് മൂപ്പര് പറയുന്നു, സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി എന്റെ വീട്ടിൽ ഞാൻ ഒരു റൂം തയ്യാറാക്കിയിട്ടുണ്ട്. ആ റൂമിൽ 50ഓളം ആളുകൾക്ക് ഇരുന്ന് സ്വലാത്ത് ചൊല്ലാൻ പറ്റും. ആ മജ്ലിസിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള കാർപ്പറ്റ് ഇട്ടത്. മൂപ്പരെ ബെഡ്റൂമിലല്ല, അതിനേക്കാൾ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള കാർപ്പറ്റ് ഉള്ളത് എന്റെ ബെഡ്റൂമില്, എന്റെ മജ്ലിസിലാണ്. ഏറ്റവും വിലപിടിപ്പുള്ള സോഫ ഇട്ടുന്നത് എവിടെയാ? സ്വലാത്തെല്ലാം വരുന്ന ആളുകൾക്കാ. സ്വലാത്തിന് എണ്ണം പിടിക്കാൻ വേണ്ടി കൊടുക്കുന്ന സാധനം എന്താ? മോതിരക്കല്ല. മാഷാ അല്ലാഹ്, നല്ല ഭംഗിയുള്ള മോതിരക്കല്ല്. നമ്മളൊക്കെ നല്ല വല്ല പയറ്റിന്റെ കുരോ പുളിങ്ങാക്കുരോ ഇല്ലെങ്കിൽ മഞ്ചാടി കുരു ഒക്കെയാണ്. അജ്മീറിൽ ഒക്കെ പോയാൽ കാണാം, അവിടെ ഈത്തപ്പഴത്തിന്റെ കുരു കൊണ്ട് ഇങ്ങനെ
സ്വലാത്തിൽ കാണാം. മൂപ്പര് പറയും അതൊന്നും പോരാ, അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹമില്ല, സ്നേഹം താമാവൂല. ഭക്ഷണം കൊടുക്കുമ്പോ മൂപ്പര് പറയും കോഴിയും അതുപോലെ പോത്തും കൊടുത്താൽ എന്റെ പുയ്യാപ്പള വിരുന്ന് വരുമ്പോഴും ഞാൻ കോഴി മാടൊക്കെ തന്നെ കൊടുക്കാറ്, പുയ്യാപ്പള വിരുന്ന് കഴിഞ്ഞ് പോകുമ്പോൾ അതന്നെ കൊടുക്കാറ് അല്ലേ. അപ്പൊ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുമ്പോ മൂപ്പര് പറയണേ, ഭക്ഷണം കൊടുക്കുന്നിടത്ത് മൂപ്പര് പറയാണ് ഞാൻ ഒട്ടകാണ് എന്റെ മജ്‌ലിസിൽ കൊടുക്കല്. സ്വലാത്തിന് വരുന്ന ആളുകൾക്ക് ഒട്ടകത്തിന്റെ ബിരിയാണിയെ കൊടുക്കാം. കാരണം എന്താ പറയുക, ഒട്ടകത്തിന്റെ ബിരിയാണി കൊടുക്കാൻ കാരണം മൂപ്പര് പറയാണ്, കാരണം പുയ്യാപ്പളിനെയും റസൂലുള്ളാഹിനെയും ഒരേമാതിരി കാണാൻ പറ്റുമോ? പുയ്യാപ്പളനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആരെ സ്നേഹിക്കണം? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുമ്പോഴേ ആ രംഗത്തിൽ ഞാൻ റസൂലുള്ളാഹിനെ സ്നേഹിക്കുള്ളൂ. അതുകൊണ്ട് ഒട്ടകം കൊടുക്കണം. ഞാൻ പുയ്യാപ്പള വരുമ്പോ ഒട്ടകം കൊടുക്കാറില്ല. അല്ല, ഇപ്പൊ ഞാൻ നിങ്ങളൊക്കെ പുയ്യാപ്പള വരുമ്പോ കോഴി ആടൊക്കെ നമ്മൾ കൊടുക്കാറില്ലേ? ഈ കോഴി ആട് തന്നെ മജ്‌ലിസിനും കൊടുത്താൽ എങ്ങനെ? നിങ്ങളെ ഈ മജ്‌ലിസിൽ അത് ഇല്ലെന്ന്, അത് പറ്റൂല. ശരിക്കും നല്ല ആട് എന്ത് ചെയ്യണം? ആട് ബിരിയാണി വെച്ചിട്ട് കൊടുക്കണം. എത്ര ആളുകളുണ്ട്, ഓരോരുത്തരും ഓരോ ആട് പറഞ്ഞാൽ ഇവിടെ ആടുകൊണ്ട് ആടേക, പിന്നെ ചോറ് വേണ്ടി വരൂല. അപ്പൊ അതുകൊണ്ട് അതാണ് ബഹുമാനം, ആദരവൊക്കെ. ഇവിടെ വരുന്ന മഹദറത്തുൽ ബദ്രി അതിൽ ഭക്ഷണം കൊടുക്കുക, ഒക്കെ നല്ല ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് അതൊക്കെ വലിയ ആദരവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞ ഒരുപാട് കഥകൾ പറയും. മൂസാ നബിന് ഖിളർ നബിന് കഥ പറഞ്ഞാൽ ഞങ്ങൾ പറയും അതൊക്കെ അന്നത്തെ ആളുകളെ കഥയല്ലേ അറിയും. അപ്പൊ ഇന്നത്തെ ആളുകളെ കഥ പറഞ്ഞാൽ പിന്നെ നമുക്ക് തലയ്ക്ക് കയറിക്കോളല്ലോ. അതുകൊണ്ടാ പറഞ്ഞത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിന്റെ ആദരവ് ചില്ലറയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ, അതുപോലെ നമ്മുടെ 4-5 ഏക്കർ സ്ഥലം ഉണ്ടല്ലേ ഇവിടെ, എത്ര 5 ഏക്കർ സ്ഥലമുണ്ട്. ഇവിടെ മറുവട്ടെടുക്കുന്ന ഒരുപാട് മഹാന്മാരുണ്ട്. അവരുടെയൊക്കെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂടട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇവിടെ നടക്കുന്ന മജ്‌ലിസുകളുണ്ട്. ആ മജ്‌ലിസിൽ നിങ്ങളൊക്കെ സഹായിക്കണം. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇവിടെ ഇപ്പോൾ ഒരു ഹൗള് നമുക്ക് ഇവിടെ വരണം, ഇവിടെ ഉണ്ടാക്കാനും അതുപോലെ ഇവിടെ സിയാറത്തിന് വരുന്ന ആളുകൾക്കും വെള്ളിയാഴ്ച ജുമാക്കും എല്ലാത്തിനും ഇവിടെ ദിവസമുണ്ടോ? ഔല്ലങ്ങളെടുത്ത് എന്താ നിങ്ങൾ ദർസുണ്ടാക്കാത്ത? ദർസുണ്ടാക്കാത്ത എന്താ? അതൊന്നും പോരാ. ശിഷ്യന്മാര് നിങ്ങളെ മാത്രം പോരാ, പുറമത്തോലും വേണം. എന്തെങ്കിലും ഞാൻ അങ്ങനെ പോയി വരക്കുള്ളൂ. മറ്റേ നിങ്ങളെ സമ്മേളനത്തിന് വേണ്ടി വരും, എല്ലാരും വേണം. അതൊക്കെ തൗഫീഖാണ്. ഒരു മഹല്ലത്തിൽ ദർസ് കൊണ്ടടക്കാൻ കഴിയാന്ന് പറഞ്ഞ തൗഫീഖാ. ഇല്ലെങ്കിൽ കമ്മിറ്റിക്കാർക്ക് തൗഫീഖില്ല എന്നാ എന്റെ മലയാളത്തിലുള്ളത്. അതുകൊണ്ട് ദർസ് നടത്താം. ദർസ് നടക്കുമ്പോൾ കുറെ പിത്തനൊക്കെ ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികമാണ്. ദർസുള്ള പള്ളി ഇന്നാളെ ഞാൻ നിന്നപ്പോ പറഞ്ഞു ഒരു സ്ഥലത്ത് ദർസ് ഉണ്ടാക്കി, അവിടെ മൈക്ക് ഇടക്കിടക്ക് കേടുവരാണ്. അത് എന്ത് ചോദിച്ചു? മുത്താലിമീങ്ങൾ ഇതുമ്പോ തിരിച്ചാണ് ആമ്പിളിപ്പേർമേ. ഞാൻ പറഞ്ഞ ദർസം തന്നെയാണ് അതും പഠിച്ചത്. മറ്റേതുപോലെ സക്കാഫി പൈസക്കായി ഡിഗ്രി വാങ്ങിയിട്ട് ഫസ്റ്റ് തന്നെ ജോലി ഇടണ ബാങ്ക് കൊടുക്കണ പണിയാണെങ്കിൽ ഫസ്റ്റ് തന്നെ അതിമ പോയി തിരിച്ചങ്ങനെ ഉണ്ടാവും. അപ്പൊ തിരിയൊക്കെ എപ്പോ പഠിക്കണം? തിരിയൊക്കെ ദർസം തന്നെ പഠിക്കണം. അങ്ങനെ പല ബുക്കർസൊക്കെ ഉണ്ടാവും. ഇപ്പൊ എന്റെ ഒപ്പം ദർസിൽ ഞാൻ കഴിയണ്ടേനി. ഓന് തങ്ങന്മാരാകുമ്പോ എല്ലാവർക്കും വിഷമം പറയണോ. ചെറിയ കുട്ടികളാവുമ്പോ തന്നെ അങ്ങനെയാണല്ലോ. ചെറിയ കുട്ടി ഇപ്പൊ എന്റെ 4 വയസ്സായ കുട്ടീനോട് ആളുകൾ തങ്ങൾ പാപ്പാന്നാ വിളിച്ചത്. ഞാൻ അങ്ങനെ ആലോചിച്ച് ഈ കുട്ടിക്ക് ഇപ്പൊ പെണ്ണൊക്കെ കെട്ടിച്ചു കൊടുക്കാളൂ, അപ്പൊ തന്നെ പാപ്പാന്ന് വിളിച്ചാൽ അങ്ങനെ ഉണ്ടാവും. അപ്പൊ അതാണ് ആളുകൾ ആദരവ് കൊണ്ട് വിളിക്കാൻ. അങ്ങനെയാണ് എല്ലാവരും അങ്ങനെ വിളിക്കും. അപ്പൊ ആളുകൾ ഇങ്ങനെ വിഷമം പറയുന്ന അങ്ങന്മാരോട്, അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങനെ വിഷമം പറയുമ്പോ പേരമക്കളോടും കാണുമ്പോ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ദ്വാരക്കാൻ വേണ്ടി പറയാൻ. അപ്പൊ ഞാൻ ദർസ് പഠിക്കണ ആയത്ത് എന്നോട് എന്റെ ഒപ്പം പഠിച്ച ചങ്ങായി പറഞ്ഞു, പിന്നെ തങ്ങളെ എനിക്ക് കൂക്കാൻ മുട്ടുന്നുണ്ട്. കൂക്കാനേ കൂവാ അതിന് എന്താ ഇവിടെ പറയല്? കൂക്ക തന്നെയാണ്. അതിലൊക്കെ നിങ്ങളും ഞങ്ങൾ ഒന്നാ. അങ്ങനെ ഇവന് പല മുട്ടലുണ്ട്. പക്ഷെ കൂക്കാമുട്ട പള്ളിന്റെ ഉള്ളിൽ നിന്ന് കൂക്കാമുട്ടി അങ്ങനെ ഉണ്ടാവും. ഇവിടുന്നൊക്കെ അങ്ങനെ മുത്താലിമിന് മുട്ടിയാലല്ല സുഖം. 5 ഏക്കർ ഉണ്ടല്ലോ, കമ്മിറ്റിക്കാരെന്തായാലും വരൂല. ശരിക്ക് കൂക്ക. അങ്ങനെ ഞാൻ ഇവനോട് പറഞ്ഞേ അത് നമുക്ക് പരിഹാരം ഉണ്ടാക്കണം തങ്ങന്മാരാകുമ്പോ. അപ്പൊ ഞാൻ ഓനോട് പറഞ്ഞേ നാളെ നമുക്ക് കഞ്ഞിക്ക് പോകുമ്പോ 9:30 മണിക്ക് പോകാൻ. 10 കഞ്ഞിക്ക് ഒരു 9:30 വന്ന് ഒരു KSRTC പോകുണ്ടായില്ല. ഈ പുതിയ സിലബസിലുള്ള KSRTC ഒന്നുമില്ല, AC വെച്ചൊന്നുമില്ല. അന്നാ പോകുമ്പോ 4 ആളെ അറിയും.
അന്ന് പുതിയ സിലബസിലെ റോഡില്ല, റബ്ബറൈസറില്ല, ഒക്കെ കുണ്ടൈസറാ, കുണ്ടിട്ട് കുണ്ടാ തീട്ടില്ല. അങ്ങനെയാണ്. അപ്പൊ ഈ കുഴിയിൽ, പള്ളിയുടെ മുമ്പിൽ ഒരു വലിയ കുഴിയുണ്ട്. ഈ കുഴിയിൽ KSRTC ചാടുമ്പോ അവിടുന്ന് കൂക്കിക്കൊണ്ടിയാറ്. എന്നാ പിന്നെ ഒച്ച ആരും കേൾക്കൂല, കമ്മിറ്റിക്കാരും കേൾക്കൂല, ഉസ്താദ് തീരും കേൾക്കൂല. അങ്ങനെ മാത്രം. പിന്നെ കബറാളികൾ മാത്രമേ എന്താവുള്ളൂ, ഓരോ ഏതായാലും അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇനി വിത്തനം ഉണ്ടാക്കൂല എന്നുള്ള വിശ്വാസത്തോടു കൂടെ കൂക്കാൻ. അങ്ങനെ കൂക്കി 4 കൊല്ലം ഞങ്ങൾ ഉസ്താദ് പിന്നെ അവിടെ നിന്ന്, അത് സ്ഥലമൊന്നും ചോദിക്കരുത്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുകൊണ്ട് ഞാൻ അതൊന്നും അറിഞ്ഞിട്ട് പറയല്ലോ. പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുകൊണ്ട് ദിവസം ഓടി നിർത്തിയേക്കാൻ പാടില്ല. ദിവസം നടക്കണം, നല്ല ഹിദമകൾ നടക്കണം. അതല്ലേ നമ്മളെ പ്രവർത്തനം. അല്ലാഹു സുബ്ഹാന നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകാറുകട്ടെ. നമ്മൾ മരിക്കുമ്പോ ആളുകൾ പറയണം, നല്ലത് പറയണം നമ്മളെ പറ്റി. ഓരുണ്ടായതിന്റെ കാലത്ത് അൽഹംദുലില്ലാഹ്, ഇവിടെ പഴയ കാലത്ത് ദർസില്ല, മുമ്പുണ്ടായിന്, ഇപ്പൊ നിന്നിട്ട് കുറെ ആയി അല്ലേ. എന്നാ വെള്ളം കാട്ടിയാണ് ചൂടുവെള്ളം ലേസം കുടിച്ചു നോക്കുക. അങ്ങനെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെ പറ്റിയൊക്കെ ഒരു പുനർപരിശോധന നടത്തിയിട്ട് വെള്ളം കുടിച്ചാൽ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ദർസ് നടക്കണം, മദ്രസ ഉഷാറാകണം, പള്ളി ഉഷാറാകണം, അതുപോലെ എല്ലാ സ്ഥാനം അൽഹംദുലില്ലാഹ് ഉഷാറാകണം. അല്ലാഹു നല്ലത് ചെയ്യാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ നമുക്ക് നല്ലൊരു ഹൗദ് ഉണ്ടാക്കണം. അതിന് കുറച്ച് പൈസയൊക്കെ വേണം. നിങ്ങളെല്ലാവരും തന്നാൽ 10 ഹൗദ് വേണമെങ്കിൽ ഇവിടെ ഉണ്ടാക്കാൻ കഴിയും. അതിനുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവിടുന്ന് ഒരാൾ വുളൂ ചെയ്യുമ്പോ ആ ഹൗദ് നമുക്ക് നിലനിൽക്കുന്ന കാലത്തോളം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ, നിലനിൽക്കുന്ന കാലത്തോളം അതിന് ആദ്യം തന്നെ നല്ലത് ഉണ്ടാക്കിയാൽ മതി, ഇടക്കിടക്ക് പൊളിച്ചാളുകൾ ഉണ്ടാക്കണ്ട. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അത് നിലനിൽക്കുന്ന കാലത്തോളം അൽഹംദുലില്ലാഹ് നമുക്ക് ഇങ്ങനെ കൂലി ഇങ്ങനെ കിട്ടുകയാണ്. കൂലി പറഞ്ഞാൽ ഓൻ നിസ്കരിച്ച അൽഹംദുലില്ലാഹ് നിസ്കരിക്കണമെന്നും ഓതുന്നതിനൊക്കെ. അപ്പൊ ഒരാൾ റമദാനില് ഖത്ത് ഓതി തീർക്കാണ്, 1, 2, 3 ഖത്ത് ഓതുകയാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ പള്ളിയുടെ ഹൗദിൽ നിന്ന് വുളൂ ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹ് അതിന്റെ കൂലി നമുക്ക് ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും. അൽഹംദുലില്ലാഹ് നല്ല മനസ്സോടെ ബിസ്മിൻ ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയില് ഒരു ഹൗദ് ഫുള്ളായിട്ട് എത്ര രൂപയാണ് ബജറ്റ്? 25 ലക്ഷം. എന്തിനാവും അത്? സ്വിമ്മിംഗ് പൂളാ? ഇത് ഹൈടെക് ഹൗദാന്ന് വെച്ച് തോന്നണേ. 25 ലക്ഷമുള്ള ഹൗദ് എന്താ? ഇന്നാലും 25 ലക്ഷം ഒന്നും ആവില്ല. ഇന്നോടൊന്നും നടക്കൂല. കാരണം ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി നല്ലോണം പരിചയമുള്ള സ്ഥലത്ത് വയലിച്ചുള്ള തങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് കാരണം ഞാൻ ഇപ്പൊ ചെലവിൽ വരുമ്പോ എഞ്ചിനീയർ പറയും എത്ര എംസാൻഡ് വേണമെന്ന് ചോദിച്ചാൽ പറയും ഒരു 10 ലോഡ് എംസാൻഡ് വേണമെന്ന്. ഇപ്പൊ വെറുതെ പറയാണ്. ഞാൻ പറഞ്ഞു എവിടെ വാർക്കാനാ കഴിയത് ചോദിച്ചു. ഇത്ര ലോഡ്, ഇത്ര പില്ലർ ഉണ്ടെങ്കിൽ ഇത്ര കല്ല് വേണം, ഇത്ര ജനൽ വേണം, എത്ര മറ്റൽ വേണം, ഒക്കെ എനിക്കറിയാം. അങ്ങനെ ഞാൻ ഒരു പ്രാക്ടിക്കൽ എഞ്ചിനീയറാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 25 ലക്ഷം ഒന്നും വേണ്ടി വരൂല എന്ന് എന്റെ അഭിപ്രായം. ഒരു 10 ലക്ഷം ഉറുപ്പ്യൊക്കെ വേണ്ടി വരും അല്ലേ? അത് വേണ്ട. പള്ളി ഉഷാറാക്കാം. അല്ല ഹൗദിന് എത്രയാന്നില്ല ഞാൻ ചോദിക്കണേ. എന്നായിക്കോട്ടെ, പള്ളി വലുതാക്കുന്നുണ്ട്. അത് ശരി. ഏതായാലും നിങ്ങൾ ഉണ്ടാക്കി പറയണ്ടേ, ഒന്ന് കാണാൻ വരണം. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് അതിനൊരു ഉദ്ഘാടനം നമുക്ക് ഇവിടുന്ന് ചെയ്യാം. അത്രേ ഇവിടെ നടക്കുള്ളൂ. നല്ലൊരു സംഖ്യ പറയാൻ പറ്റുന്ന ആള് ഒരു 25,000 ഉറുപ്പ്യ. അൽഹംദുലില്ലാഹ് ആ പള്ളിന്റെ സംഖ്യ നല്ലൊരു തുടക്കാട്ടോ. കാരണം ആദ്യം ഉണ്ടാകേണ്ട സംഗതി അത് തന്നെയാണ്, ഹൗദാണ്. ഈ പള്ളി ചെറുതായാലും വലുതായാലും ഒക്കെ ഉണ്ടാക്കാൻ പോണ സംഗതി അതാണ്. ചില സ്ഥലത്ത് കഴിഞ്ഞാൽ പള്ളിക്ക് ആളുകൾ പൈസ തരും, ഹൗദിന് പൈസ തരൂല, മൂത്രപ്പരക്ക് പൈസ തരൂല. ഞാൻ പറഞ്ഞ മൂത്രപ്പര വേണ്ട, എല്ലാവരും ഔത്ത പള്ളിയിലാണ് മൂത്രം ഒഴിച്ചോട്ടെ.
അല്ല, ഇത് രണ്ടിനും ഒരേ കൂലി തന്നെയാണ്. പിന്നെ മൂത്രപ്പരി സുജൂദ് ചെയ്യാൻ പറ്റുമോ? സുജൂദ് നടക്കണോടത്ത് മൂത്രം നടക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് രണ്ട് കാര്യം ഒന്നൊന്നിനോട് തർത്തുപായ കാര്യമാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ മഖാമിൽ മഹാന്മാരുടെ ചാരത്ത് നല്ല വൃത്തിയുള്ള നല്ല മനോഹരമായ ഒരു പള്ളി ഇവിടെ ഉണ്ടാക്കണം. ആ പള്ളിയിലേക്ക് ആവശ്യമാകുന്ന നല്ല ഒരു അടിപൊളി ഇൻഷാ അല്ലാഹ് ഒരു നല്ല ഒരു നമുക്ക് ഹൗദ് ഉണ്ടാക്കണം. അതിലേക്ക് ഒരു 25,000 റുപ്യ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നല്ല മനസ്സോടെ ഒരു ഉദ്ഘാടനം ചെയ്ത് ഉണ്ടാക്കുമ്പോൾ കൊടുത്താൽ മതി. അൽഹംദുലില്ലാഹ് 25,000 അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ. ആ കൂട്ടുകാരന്റെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ അറിയുന്ന റബ്ബേ, ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ ഫതഹ് നൽകണം അല്ലാഹ്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ ഫതഹ് നൽകണം അല്ലാഹ്. ഐശ്വര്യത്തിന്റെ കവാടങ്ങളെ അവർക്കും ഞങ്ങൾക്കും തുറന്നു തരണം അല്ലാഹ്. അൽഹംദുലില്ലാഹ് ഉണ്ടാക്കുമ്പോൾ കൊടുത്താൽ മതി. ആരാ രണ്ടാമത്തെ ഒരാൾ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നല്ല ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് 25,000 റുപ്യ തരാൻ പറ്റുന്ന രണ്ടാമത്തെ ഒരാൾ ആരെങ്കിലും ഉണ്ടോ? ബിസ്മില്ലാ പറഞ്ഞോളി. നിങ്ങൾക്ക് അൽഹംദുലില്ലാഹ് എത്രയോ കാശ് അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളെ പോരാ അൽഹംദുലില്ലാഹ് വളരെ വലിയ വരയാണ്. നമ്മൾ നല്ല LED വെച്ചിട്ടുണ്ട്, നല്ല കാറ് നമുക്കുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്ക് ഓഹരി ചെയ്യാനുള്ള, എന്നാൽ ഇത് ഓഹരി ചെയ്യാനുള്ളതല്ല. ഇൻഷാ അല്ലാഹ് ഇതിന്റെ കൂലി നമുക്ക് ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും ഇൻഷാ അല്ലാഹ്. ആരാ? രണ്ടാമത്തെ ഒരാള് ആരാ? കൈപൊക്കെ. അൽഹംദുലില്ലാഹ് ബിഫളിലി രണ്ടാൾ കൈപൊക്കില്ലേ? ബിഫളിലി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലി. അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനേ. ആ ചെറുപ്പക്കാരന്റെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ അറിയുന്ന റബ്ബേ, ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ ഫതഹ് നൽകണം അല്ലാഹ്. ഐശ്വര്യത്തിന്റെ കവാടങ്ങളെ അവർക്കും ഞങ്ങൾക്കും നീ തുറന്നു തരണം അല്ലാഹ്. അൽഹംദുലില്ലാഹ് ഒരാളല്ലേ? ലൈവിലാണ്, ഓൺലൈൻ. എന്റെ എല്ലാ സദസ്സിലും ഓൺലൈനിലൂടെ തന്നെ അതുപോലെ സ്വർണങ്ങൾ തരുന്ന സഹോദരിമാരുണ്ട്. ഇതൊക്കെ ഇങ്ങക്ക് വേണ്ടി ചോദിക്കുകയാണ്, എനിക്കല്ല. ആസാമുക്കോ ബംഗാൾക്കോ കൊണ്ടുപോകാനല്ല, നിങ്ങളെ നാട്ടിൽ അൽഹംദുലില്ലാഹ് ഇത്രയും അൽഹംദുലില്ലാഹ് ഇവിടെയൊക്കെ മാഷാ അല്ലാഹ് ഒരുപാട് വിഷയങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. പക്ഷെ സമയം അനുവദിക്കുന്നില്ല. പടച്ച റബ്ബ് നല്ലത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹ് 25,000 റുപ്യ അൽഹംദുലില്ലാഹ് ഓൺലൈനിലൂടെ ആ കൂട്ടുകാരന്റെ കച്ചവടത്തിലും ജോലിയിലും നീ ബറക്കത്ത് നൽകണം റഹ്മാൻ. അൽഹംദുലില്ലാഹ് മൂന്നാമത്തെ ഒരാൾ ആരാ? 25,000 റുപ്യ തരാൻ പറ്റുന്ന ആള്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ പറയൂ 2ഓ 3ഓ ഘട്ടങ്ങളിലായിട്ട് അങ്ങനെ കൊടുത്താൽ മതി. അങ്ങനെ പറ്റും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഒന്നിച്ച് 25,000 കൊണ്ടേ കൊടുക്കണ്ട. അൽഹംദുലില്ലാഹ് 25,000 ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലി. അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനേ. ആ കൂട്ടുകാരന്റെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ അറിയുന്ന റബ്ബേ, ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ ഫതഹ് നൽകണം അല്ലാഹ്. ഐശ്വര്യത്തിന്റെ കവാടങ്ങൾ നീ തുറക്കണം റഹ്മാനേ. അല്ലാഹ് മൂന്നാള്. അൽഹംദുലില്ലാഹ് ഇവരെ കുടുംബം ഇൻഷാ അല്ലാഹ് 25,000 റുപ്യ അത് മതി. ജ്യേഷ്ഠൻ അനുജന്മാർ അൽഹംദുലില്ലാഹ് വലിയ ഐക്യം. അല്ലാഹു ആ ഒരു ഐക്യവും സ്നേഹവും ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി സ്വർഗ്ഗത്തിലും അവർക്കും ഞങ്ങൾക്കും നീ ഒരുമിച്ച് കൂടാൻ ഈ ഭാഗ്യം നൽകണം അല്ലാഹ്. ഒരു കുടുംബം, അതാണ് റാഹത്ത്. അൽഹംദുലില്ലാഹ് എല്ലാത്തിലും ഒന്നിച്ച് അല്ലാഹുവേ എല്ലാവരിലും നീ ഖൈർ പ്രദാനം ചെയ്യണം അല്ലാഹ്. 4 ആളുകൾ. അഞ്ചാമത്തെ ഒരാൾ ആരാ? ജലീല്. ഓൺലൈനിൽ പറഞ്ഞു ജലീല് ദുബായില്. ദുബായിലോടെ? ദുബായ് പറഞ്ഞാലൊന്നും പോരാ. ദുബായ് എവിടെ ചോദിച്ചോക്കാം. അങ്ങനെ പറയും. നമ്മക്കറിയാം നിങ്ങളെ കടപ്പുറം മാത്രമൊന്നുമല്ല. അൽഹംദുലില്ലാഹ് ഉബൈദ് ഉപ്പയുടെ രോഗം ശിഫാണ് ഉണ്ട്. അല്ലാഹുവേ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് എന്ത് രോഗമാണെങ്കിലും നീ ശിഫ നൽകണം അല്ലാഹ്. ആഫിയത്ത് സിഹത്ത് നീ നൽകണം അല്ലാഹ്. പ്രവാസികളാകുന്ന കൂട്ടുകാരിലും നീ ഖൈർ പ്രദാനം ചെയ്യണം അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇനി ആരാ?
വേറൊരാൾ അൽഹംദുലില്ലാഹ് അപ്പൊ 1.5 ലക്ഷം 25,000 ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലി അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനേ ആ കൂട്ടുകാരന്റെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ അറിയുന്ന റബ്ബേ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ ഫതഹ് നൽകണം അല്ലാഹ് അൽഹംദുലില്ലാഹ് ആരായിനി അൽഹംദുലില്ലാഹ് ഏഴാമത്തെ ആള് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 25,000 റുപ്യ അൽഹംദുലില്ലാഹ് പിന്നെന്താ നിങ്ങൾ എത്ര ഉണ്ടായാലും കൊടുക്കണമെങ്കിൽ തൗഫീക്ക് വേണം ഉണ്ട് ഇപ്പൊ നമ്മളെ കയ്യിലുള്ള മൊബൈലിന്റെ വില എത്രയാ 15,000 20,000 റുപ്യ എല്ലായിടത്തും ഉണ്ട് അത് വെള്ളത്തിൽ ചാടിയാലോ പിന്നെയും വാങ്ങും നമ്മൾ അങ്ങനത്തെ തന്നെ മൊബൈൽ വാങ്ങാൻ വലിയ തൗഫീക്കാ നമുക്ക് പക്ഷെ ആ തൗഫീക്ക് നമുക്ക് എവിടെ വരുന്നില്ല അങ്ങനത്തെ കാര്യത്തിന് വരുന്നില്ല അതുകൊണ്ട് 2ഓ 3ഓ ഘട്ടങ്ങളിലായിട്ട് കൊടുത്താൽ മതി ഹൗൽ എന്ന് പറയുന്ന മേൽക്കൂരൊക്കെ അടക്കമുള്ള പൈസയാണ് ഇവർ ഈ പറഞ്ഞത് അല്ലാതെ വരെ ഒരു ഇതുണ്ടാക്കാൻ മാത്രമല്ല അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത്രയും വലിയ നല്ല സംവിധാനത്തിൽ ഉണ്ടാക്കണം അൽഹംദുലില്ലാഹ് എപ്പോഴും പൊളിച്ചു കളയാൻ പറ്റാത്ത നല്ല റൂട്ടിലുള്ളത് ഇൻഷാ അല്ലാഹ് അല്ലാഹു നല്ല ഖൈറും ബർക്കത്തും നൽകണം റഹ്മാനെ ഖാലിദ് ഹാജി അൽഹംദുലില്ലാഹ് 25,000 അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ ആ കൂട്ടുകാരന്റെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ അറിയുന്ന റബ്ബേ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ ഫതഹ് നൽകണം അല്ലാഹ് ഐശ്വര്യത്തിന്റെ കവാടങ്ങളെ അവർക്കും ഞങ്ങൾക്കും തുറന്നു തരണം റഹ്മാനെ അല്ലാഹുവേ ഈ മഹാന്മാരുടെ ചാരത്തിരുന്നു കൊണ്ട് ആരെല്ലാം ഏറ്റെടുക്കുന്നുവോ അവരാരെയും നീ കൊടുക്കല്ല അല്ലാഹ് അറിയാത്ത നല്ല വഴികൾ അവർക്ക് തുറന്നു തരണം അല്ലാഹ് അൽഹംദുലില്ലാഹ് ഒരാൾ കൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആരാ 25,000 റുപ്യ മരിച്ചുപോയ വാപ്പയുടെ പേരിൽ ഉമ്മയുടെ പേരിൽ ഞങ്ങളെ കുടുംബത്തിന്റെ പേരിൽ 25,000 ആരാ 25,000 പറയാൻ പറ്റുന്ന സഹോദരിമാരാരെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ നമ്മൾ ഈ ഫണ്ടിക്ക് തരാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ മോതിരങ്ങളോ വളകളോ നൽകാൻ പറ്റുന്ന ആളുകളുണ്ട് അല്ലാഹുവേ പാലക്കാട് കൊങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് അൽഹംദുലില്ലാഹ് 30ഓളം ആഭരണങ്ങൾ നൽകിയ സഹോദരിമാർ അല്ലാഹുവേ ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ സ്വർഗ്ഗത്തിൽ ധരിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ ഭാഗ്യം നൽകണം അല്ലാഹ് അൽഹംദുലില്ലാഹ് ഒരു കുടുംബത്തിലുള്ള 3 സഹോദരന്മാർ കൂടിയിട്ട് 25,000 ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലി അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനേ ആ കുടുംബത്തിൽ നീ ഖൈർ ബറക്കത്ത് നൽകണം അല്ലാഹ് അവരുടെ കച്ചവടങ്ങളിൽ ജോലികളിൽ നീ റാഹത്ത് നൽകണം റഹ്മാനേ മക്കളെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം അല്ലാഹ് അൽഹംദുലില്ലാഹ് 8 9ാമത്തെ ആൾ ആരാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആരാ 25,000 റുപ്യ തരാൻ പറ്റുന്ന ആള് ബിസ്മില്ലാ നിങ്ങൾ ഏറ്റെടുത്തോടി അള്ളാഹു കൊടുക്കൊന്നുമില്ല ഇൻഷാ അല്ലാഹ് ഒരു പള്ളി ഫുള്ളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല ഒരു മദ്രസ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അൽഹംദുലില്ലാഹ് ഒരു 25,000 റുപ്യ ഞാനും ഏൽക്കട്ടെ നല്ല മനസ്സോടെ അൽഹംദുലില്ലാഹ് ആരാ 9ാമത്തെ ആള് ബിസ്മില്ലാ 25,000 പറയാൻ പറ്റുന്ന ആള് ഉണ്ടോ എന്നാ 2 ആൾ കൂടിയിട്ട് 25,000 12,500 ഇൻഷാ അല്ലാഹ് പറയാൻ പറ്റുന്ന 2 ആൾ ചെറിയ പൈസ ഉള്ളൂ ഒരു 2 വട്ടം 3 വട്ടം കൊടുത്താൽ ഇൻഷാ അല്ലാഹ് ഒരു 3,400 റുപ്യ കൊടുത്താൽ അൽഹംദുലില്ലാഹ് അത് തീരും ആരാ എത്ര മോനെ എത്ര 25,000 ഒരാൾ അൽഹംദുലില്ലാഹ് ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് എല്ലാവരും സ്വലാത്തല്ലാണ്ട ഈ സദസ്സ് വലിയ റാഹത്തുള്ള മജ്ലിസാ നിങ്ങൾ ഒന്നും കരുതണ്ട ഇൻഷാ അല്ലാഹ് നല്ല റാഹത്തോടെ നമുക്ക് നല്ല സ്വലാത്ത് ചൊല്ലി നമുക്ക് പിരിയണം അല്ലാഹു എല്ലാവരിലും ഖൈർ പ്രദാനം ചെയ്യണം അല്ലാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നീ സദസ്സ് ഇങ്ങനെ കാണണം അത് സ്വലാത്തില്ലുമ്പോഴാ സ്വലാത്തിൽ നിന്ന് സദസ്സിനോട് റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാണല്ലോ മുത്തുനബി പഠിപ്പിച്ചത് മൻ സ്വല്ല അലൈഹി സ്വലാത്തൻ വാഹിദ സ്വല്ലല്ലാഹു അലൈഹി അശ്റ മറ ഒന്നിന് 10 ആണ് ഓഫർ നൽകിയത് അണ്ടാ ഒന്നിന് 10 ആണ് ഓഫർ നൽകിയത് നമ്മൾ 2 എണ്ണം എടുക്കുമ്പോൾ 1 ഫ്രീ ആണ് അത് ആ 2 എണ്ണത്തിന്റെയും കൂടി ആ ഒരു ഫ്രീന്റെ കായും കൂടി 2 എണ്ണത്തിന് വാങ്ങും അത് നമ്മൾ മിസ്കിമാരാകുന്ന നമുക്കറിയില്ല അതാണ് നമ്മളെ പീടിയിലുള്ള ഓഫർ മുത്തുനബിന്റെ ഓഫർ അങ്ങനെയല്ല അതുകൊണ്ട് അൽഹംദുലില്ലാഹ് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലണം അൽഹംദുലില്ലാഹ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയ വീടാ അൽഹംദുലില്ലാഹ് 4 മക്കള്
അല്ലാഹുവേ 25000 ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനേ. അല്ലാഹുവേ അവരുടെ കുടുംബത്തിൽ, ഞങ്ങളെ കുടുംബത്തിൽ നീ ഖൈർ പ്രദാനം ചെയ്യണമല്ലാ. കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലൊക്കെ റാഹത്ത് നൽകണമല്ലാ. ഒരുപാട് ഭക്ഷണങ്ങൾ മഹബത്ത് വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലാഹുവേ. അത് കാരണമായി സ്വർഗീയ ഭക്ഷണം കഴിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീക്ക് നൽകണമല്ലാ. ഇനി ആരാ അൽഹംദുലില്ലാ? രണ്ടര. ഇനി ആരാ അൽഹംദുലില്ലാ? രണ്ടാളും കൂടി പറയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 25 പറയാൻ പറ്റുന്നത്. രണ്ടാമൂടെ കൂടിയിട്ടാ അൽഹംദുലില്ലാ. ശംസീറും ഫൈസലും കൂടി കൂടിയിട്ട് അൽഹംദുലില്ലാ 25000. അല്ലാഹുവേ ഇതുപോലെ സ്വർഗത്തിലും അവർക്കും ഞങ്ങൾക്കും നീ ഒരുമിച്ച് കൂടാൻ നീ ഭാഗ്യം നൽകണം റഹ്മാനെ. അവരുടെ ജോലികളിലും കച്ചവടങ്ങളിലൊക്കെ നീ റാഹത്ത് നൽകണം അല്ലാ. ജാരിയായ സദഖയാക്കി കബൂലാക്കണം അല്ലാ. ഇനി ആരാ? രണ്ടാൾ കൂടിയിട്ട് 12500 പറയാൻ പറ്റുന്ന രണ്ടാള്. ബിസ്മില്ലാ. ഒരാൾ 12500. എത്ര മോനെ? എന്താ പേര്? ഇവന്റെ പേരെന്താ? ചങ്ങേനെ അബ്ദുൽ അസീസ്. എന്റെ പേര് അസീസ. ഇവന്റെ പേര് മുബഷിർ. മുബഷിർ എത്ര? ഒരു 12500 പറഞ്ഞു ഇവിടെ. ആ 12500ക്ക് ഒരു 12500 പറഞ്ഞാണി ആ 3 പൂർത്തിയാക്കാൻ. അവിടെ എത്ര? ഇതാ 12500. ഇവിടെ അത് പറയാം. ഇവിടെ 12500. അൽഹംദുലില്ലാ. രണ്ടാൾ പാടെ കൂടി വന്നിടാ. ഇതുണ്ടാ മുബഷിറെ? ഇജ് ഫുള്ള് പിന്നെ കൺട്രോളിങ് ആണെടുത്ത് ഏതുണ്ടേ? അൽഹംദുലില്ലാ. അങ്ങനെ ഹൈടെക് ഹൗലാവുമ്പോ ഹൈടെക് എഴുതിയാലേ ഉണ്ടാവും. അങ്ങനെ അൽഹംദുലില്ലാ. അപ്പൊ അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. വേറെ ആൾ അൽഹംദുലില്ലാ 25000 ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനേ. ആ കൂട്ടുകാരുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ അറിയുന്ന റബ്ബേ, ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ ഫതഹ് നൽകണം അല്ലാഹ്. എത്രയോ സദസ്സിൽ ചെന്ന് ഞാൻ പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, പടച്ചവനെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോൾ മടിയില്ലാതെ ഏറ്റെടുക്കുന്ന ആളുകളുണ്ട്. കൊടുത്തവരാരെയും നീ തളർത്തിയിട്ടില്ല അല്ലാഹുവേ. കൊടുത്തവരാരെയും നീ തളർത്തിയിട്ടില്ല. കൊടുക്കാത്തവർക്ക് കൂട്ടിയും കൊടുത്തിട്ടില്ല അല്ലാഹുവേ. നീ ഞങ്ങൾക്ക് നൽകിയതിലും ഞങ്ങൾ കൊടുക്കുന്നതിലും നീ ബറക്കത്ത് നൽകണം അല്ലാ. ഇനി ആരാ? 25000 പറയാൻ പറ്റുന്നവരുണ്ടോ? 4 ആളും കൂടെ കൂടിട്ടോ. 4 ആളുകൾ. ജേസനഞ്ജമാരാ? അൽഹംദുലില്ലാ. 4 കുടുംബങ്ങൾ അൽഹംദുലില്ലാ. ജേസനഞ്ജന്മാർ കൂടി 25000 ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനേ. ആ 4 കൂട്ടുകാരിലും നീ ഖൈർ നൽകണം റഹ്മാനേ. അല്ലാഹുവേ ഇതുപോലെ അവർക്കും ഞങ്ങൾക്കും സ്വർഗത്തിനും സംഗമിക്കാൻ ഈ ഭാഗ്യം നൽകണം അല്ലാഹ്. അൽഹംദുലില്ലാ. ഇനി ആരാ? അത് 25 ആവൂലേ? 20 പറഞ്ഞ സഹോദരിക്ക് അൽഹംദുലില്ലാ. അല്ലാഹുവേ ഞാൻ ചോദിച്ച സംഖ്യയിൽ 20 പറഞ്ഞപ്പോൾ ഞാൻ അത് 25 ആക്കുകയാണ്. അല്ലാഹുവേ ആ സഹോദരിമാരെ കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്ത സഹോദരിയാണ്. മക്കയിലും മദീനയിലും എത്താൻ അവർക്കും ഞങ്ങൾക്കും നീ ഭാഗ്യം നൽകണം അല്ലാഹ്. മുത്തുനബിയെ സ്വപ്നത്തിലൂടെ കാണാൻ അവർക്കും ഞങ്ങൾക്കും നീ ഭാഗ്യം നൽകണം റഹ്മാനേ. എന്റെ സദസ്സുകളിൽ നിന്ന് പാവങ്ങളാകുന്ന കൂട്ടുകാർ ഏറ്റെടുക്കുന്ന സംഖ്യകളുണ്ട്. എല്ലാവരിലും നീ ഖൈർ പ്രദാനം ചെയ്യണം അല്ലാഹ്. അൽഹംദുലില്ലാ. ഇനി ആരാ? 25000. സംസീറിന് പറഞ്ഞു 25000 അല്ലേ? സൻഫീർ 25000. മരണപ്പെട്ടു പോയ ഉപ്പയുടെ പേരിൽ അല്ലാഹുവേ ഉപ്പയുടെ ഖബറിലേക്ക് അതിന്റെ സവാബ് നീ എത്തിക്കണം അല്ലാഹ്. അത് ഏറ്റെടുത്ത മോനും നല്ല ബർക്കത്ത് നൽകണം റഹ്മാനെ. അവന്റെ കുടുംബത്തിലും ഞങ്ങളെ കുടുംബത്തിലൊക്കെ റാഹത്ത് നൽകണം അല്ലാഹ്. ഒരു വിഷമത്തിലും പ്രയാസത്തിലും ഞങ്ങളാരെയും നീ പെടുത്തല്ല റബ്ബേ.
അർദ്ധരാത്രിയോട് അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് എൻ്റെ കൂട്ടുകാർ നൽകുന്ന സംഭാവനകൾ തീർത്തും നീ കബൂലാക്കണം അല്ലാ. അൽഹംദുലില്ലാ 25,000. ഇനി ആരാ? ബിസ്മില്ലാ പറയണം, നിർത്തുക. ഇനി ആരാ? അൽഹംദുലില്ലാ മുബശ്ശിർ അവിടുന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ കാട്ടിയാൽ മതി. സഹോദരിയാ, സഹോദരൻ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഒരു സഹോദരൻ മരിച്ചുപോയ ഉപ്പയുടെ പേര് ദുആ ചെയ്യാൻ വേണ്ടി 25,000 ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലി. അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനേ, അല്ലാഹുവേ നീ കബൂലാക്കണം അല്ലാഹ്. പടച്ചവനെ അതിന്റെ സവാബ് ആ മരണപ്പെട്ടു പോയവരുടെ അവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ. ഏറ്റെടുത്ത മക്കൾക്കും നീ റാഹത്ത് സന്തോഷം നൽകണമല്ലാ. ഞങ്ങളും മരിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ നീ വളർത്തണമല്ലാ. അൽഹംദുലില്ലാ. സഹോദരിമാരെ കൂട്ടത്തിൽ നിന്ന് ഒരു സ്വർണ്ണമോതിരം പടച്ചവനെ ഉദ്ഘാടനം ചെയ്ത സഹോദരിയാണ്. അല്ലാഹുവേ ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാൻ നീ തൗഫീക്ക് നൽകണമല്ലാ. ജീവിതത്തിൽ ഒരു വിഷമവും അവർക്കും ഞങ്ങൾക്കാർക്കും നീ നൽകല്ല റഹ്മാനെ. ജാരിയായ സദഖയാക്കി നീ കബൂലാക്കണമല്ലാ. കഴിഞ്ഞ 4 ദിവസം അൽഹംദുലില്ലാ ഒരു മജ്ലിസിൽ വെച്ചുകൊണ്ട് 33 മോതിരങ്ങൾ നൽകി അൽഹംദുലില്ലാ. വളകൾ മാലകൾ നൽകി അൽഹംദുലില്ലാ. 14 പവനോളം സ്വർണ്ണങ്ങൾ നൽകിയ സദസ്സ് അല്ലാഹുവേ ആ സഹോദരിമാരിലും നീ ഖൈർ പ്രദാനം ചെയ്യണമല്ലാ. അൽഹംദുലില്ലാ. ഇനി ആരാ? എല്ലാവരും ഓരോ മോതിരം തന്നാൽ 12,500 രൂപ. എന്താ പേര് മോൻ്റെ? മിഫ്താജ്. മിഫ്താജിന്റെ കൂടെ ഒരാൾ കൂടി കൊടുക്കി 12,500. ആരാ? അൽഹംദുലില്ലാ. ഒരാൾ കൂടി 12,500 പറയും. നിർത്തേ ഞാൻ ഞാനുണ്ടോ 12,500 പറയാൻ പറ്റുന്ന ആള് ഉണ്ടോ? അൽഹംദുലില്ലാ. നമ്മളെ സ്റ്റേജിൽ നിന്ന് അൽഹംദുലില്ലാ ഒരു കൂട്ടുകാരൻ 12,500 രൂപ. അൽഹംദുലില്ലാ. അല്ലാഹ് നീ കബൂലാക്കണം റഹ്മാനെ. ആഫിയത്ത് സിഹത്തും അവർക്കും ഞങ്ങൾക്കും നീ നൽകണമല്ലാ. ഒരുപാട് കാലം ഇവിടെ പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നൽകണമല്ലാ. ഇനി ആരാ? അൽഹംദുലില്ലാ. 12,500 ആയിക്കോട്ടെ. എന്താ 10? അൽഹംദുലില്ലാ. അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഇവിടെ ഒരുപാട് കാലം നേതൃത്വം കൊടുക്കാൻ അവർക്കും പടച്ചവനെ ഒരുപാട് പ്രായം ചെന്ന ആളുകളുണ്ട്. എല്ലാവർക്കും നീ തൗഫീക്ക് നൽകണമല്ലാ. ഇവിടെ പറഞ്ഞത് തന്നെ എൻ്റെ അടുത്തുള്ള ആള് ബാക്കിൽ വേറെ മാഷ്. ഇനി ആരാ? ഒരു 12 മുബശ്ശിർ ബാങ്ക് കൊണ്ടിരിച്ച് സജീവമാണ്. പെണ്ണിട്ടില്ല അതന്നെയാണ് വയലിച്ച. അള്ളാഹു നല്ല റാഹത്തുള്ള ഭാര്യയെ കൊടുക്കട്ടെ. അൽഹംദുലില്ലാ. അങ്ങനെയാണ്. നാളെ അങ്ങനെ കോട്ടക്കലടുത്ത ഒരു കുട്ടിയുണ്ട്. അങ്ങനെ ഓന് അപ്പം എന്നോട് പറഞ്ഞു കല്യാണം ശരിയാണല്ലോ, കുറേ നോക്കൽ തുടങ്ങിയിട്ടാണ്. ഞാൻ പറഞ്ഞു 1 മാസം കൊണ്ട് ശരിയാവും. അൽഹംദുലില്ലാ ശരിയായി. ഞാൻ തന്നെ നിക്കാഹ് കഴിച്ചാൻ പോയി. അൽഹംദുലില്ലാ. അവിടെ മുബശ്ശിർ ഞാൻ നിക്കാൻ വിളിച്ചണ്ട. അൽഹംദുലില്ലാ. എത്രേ? അല്ലാ എത്രയാണിത്? ഇത് പൈസ ഇതില്ല. ഇതെന്താ? ഇതൊക്കെ മോശ. ഇതെന്താ ചേരെ? ഇതിവിടെ കമ്മിയാ. പൈസ കിട്ടിയില്ലേ? ഇനി നമ്മളിത് വരക്കുന്ന 2 സഹോദരിമാര് 12,500. അൽഹംദുലില്ലാ. അല്ലാഹു ആ 2 സഹോദരിമാർക്ക് അല്ലാഹു ബർക്കത്ത് തരട്ടെ. അൽഹംദുലില്ലാ. 12,500 രൂപ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടിയും ഹലാലായ അല്ലാഹ്. അൽഹംദുലില്ലാ. ഇയാൾ ഇനി 3 ദിവസമായിക്കണം വിളിച്ച് സ്വീപ്പാക്കൽ തുടങ്ങിയിട്ട്. അല്ലാഹു നല്ല ബർക്കത്ത് നൽകണം അല്ലാ. അല്ലാഹുവേ സ്വാലിഹീങ്ങളായ മക്കളെ നീ നൽകണം അല്ലാ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വാർദ്ധക്യ സമയത്ത് മക്കളെ കൊടുത്തവരാണ്. ഞങ്ങൾ പ്രതീക്ഷ വിടുന്നില്ല. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നീ നൽകണമല്ലാ. അൽഹംദുലില്ലാ. ഇനി ആരാ? അൽഹംദുലില്ലാ. റംഷാദ് നിങ്ങളെ മരുവനാ? അൽഹംദുലില്ലാ. 25,000 MBBS എഴുതിക്കൊണ്ടിരിക്കുക.
PG ചെയ്യുന്നു. അൽഹംദുലില്ലാഹ് അല്ലാഹു ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട്, ഖാജ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, അവിടുത്തെ മകൻ ഫഖ്റുദ്ദീൻ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, പേരമകൻ ഹിഷാമുദ്ദീൻ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, അലിയുൽ കുത്തുബുൽ അഹ്ദുൽ ഉപ്പാപ്പയുടെ ബർക്കത്ത് കൊണ്ട് എല്ലാ രംഗത്തും നല്ല വിജയം നൽകുമാറാകട്ടെ. അങ്ങനെ പരീക്ഷ എഴുതുന്ന നമ്മളെ മക്കൾക്കൊക്കെ നല്ല വിജയം നൽകട്ടെ. അവർ നല്ല ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ആയി അതോടുകൂടെ ദീനിനു വേണ്ടി സേവനം ചെയ്യുന്ന നല്ല മക്കളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമല്ലോ. അൽഹംദുലില്ലാഹ് നല്ല ഒരു മോതിരം അൽഹംദുലില്ലാഹ് വളരെ സ്നേഹത്തോടെ ധരിക്കുന്ന ഒരു മോതിരമാണ്. അല്ലാഹുവേ മറ്റൊരു സഹോദരി പടച്ചവനെ നീ റാഹത്ത് നൽകണമല്ലോ. അല്ലാഹുവേ ഖൈർ ബറക്കത്ത് നൽകണമല്ലോ. മക്കളെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഐശ്വര്യത്തിന്റെ കവാടങ്ങൾ അവർക്കും ഞങ്ങൾക്കും തുറന്നു തരണമല്ലോ. ഒരു മോതിരം തരാൻ പറ്റുന്ന ആളുകളൊക്കെ അൽഹംദുലില്ലാഹ് മോതിരം തരാ ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് വലിയ വലിയ പൈസ ഒന്നും തരാൻ കഴിയൂല അൽഹംദുലില്ലാഹ്. ഇനി ആരാ അൽഹംദുലില്ലാഹ് വേം പറ. നമ്മൾ അറിയാത്ത ആളാണ് അൽഹംദുലില്ലാഹ്. കൂത്തുപറമ്പിൽ നിന്ന് ഫഹീം എന്ന് പറയുന്ന കൂട്ടുകാരൻ നിങ്ങൾക്ക് ഓൺലൈൻ എന്ന് പറയുമ്പോഴും അതുപോലെ ഞാൻ ഹൈടെക് മദ്രസ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ എന്ത് ചെയ്യും, അതൊക്കെ ചില ആളുകൾക്ക് അതൊക്കെ തോന്നും എന്താ ഈ തങ്ങൾ ഇതൊക്കെ പറയുന്നത്. അൽഹംദുലില്ലാഹ് ഓൺലൈനിലൂടെയാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു 25,000 ഇപ്പൊ അൽഹംദുലില്ലാഹ് കൂത്തുപറമ്പിൽ നിന്ന് ഫഹീം എന്ന കൂട്ടുകാരൻ അല്ലാഹ് 10,000 റുപ്യ പടച്ചവനെ ആ കൂട്ടുകാരന്റെ മനസ്സിൽ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ നൽകിയത് അല്ലാഹുവേ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നീ ഫത്ഹ് നൽകണമല്ലോ. മാതാപിതാക്കൾക്ക് ഉപകാരം ലഭിക്കുന്ന മക്കളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. അൽഹംദുലില്ലാഹ് നാളെ ഒരു ഓൺലൈനിലൂടെ 1000 കല്ല് മദ്രസക്ക് ചോദിച്ചപ്പോൾ ഒരാൾ തന്നു. മക്കത്ത് നിന്ന് ഇങ്ങനെ ഓൺലൈനിലൂടെ പറഞ്ഞാണ്. അങ്ങനെ ഇയാൾ ദ്വാരക്കായി ഏൽപ്പിച്ചത് എന്താ, ഉമ്മാന്റെ ഗുരുത്തം കിട്ടാൻ വേണ്ടിയിട്ട് 1000 കല്ല്. ഞമ്മക്കറിയില്ല ആളെ, വല്ലാത്ത ആഗ്രഹം എനിക്ക് ഓനൊന്ന് കാണണമെന്ന്. അങ്ങനെ ഞാൻ ഒരു സ്ഥലത്ത് തൂവക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ അവിടെ ഒരു പൊരേ കൂടലിന് വേണ്ടി പോയപ്പോൾ ദുആക്കെ കഴിഞ്ഞതിന് ശേഷം ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഉസ്താദേ നിങ്ങൾക്ക് ഇന്ന അറിയോ? ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. ഞാനാണ് ഓൺലൈനിലൂടെ 1000 കല്ല് ഏറ്റെടുത്ത ആള്. ഉമ്മയുടെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് കേട്ടപ്പോൾ അവനെ കെട്ടിപ്പിടിച്ചു. അല്ലാഹുവേ ആ കൂട്ടുകാരനും ഞങ്ങൾക്കും മാതാപിതാക്കളുടെ പൊരുത്തവും നീ നൽകണമല്ലോ. ഇതൊക്കെ ഓൺലൈനിലൂടെ തരുന്ന ആളുകളാണ് അൽഹംദുലില്ലാഹ്. ഇനി ആരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാണ്? അടുത്ത കാലത്തൊന്നും ഇങ്ങനെ മൈക്കല്ലാതെ, മഴയത്തൊക്കെ ഞാൻ നിന്നിക്കണേ, പക്ഷെ മൈക്കല്ലാതെ നിന്ന് ആദ്യം അൽഹംദുലില്ലാഹ്. ആയിക്കോട്ടെ, മഹാന്മാരെ ബർക്കത്തോടെ എന്റെ സൗണ്ടിന് ഒരു കുഴപ്പമുണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. ആ വിശ്വാസത്തോടെ എവിടെയാണ് അൽഹംദുലില്ലാഹ്. അല്ലാഹു അവിടുത്തെ പൊരുത്തം ഞമ്മക്കൊക്കെ തരട്ടെ. മരിക്കുന്നത് വരെ ഒരുപാട് നല്ല പ്രവർത്തനം ചെയ്യാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. ആരോഗ്യം നൽകട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. അൽഹംദുലില്ലാഹ് പടച്ചവനെ ഈ സാധുക്കളാകുന്ന എൻ്റെ സഹോദര സഹോദരിമാർ നൽകുന്ന സംഭാവനകൾ പള്ളിക്ക് വേണ്ടി ചോദിക്കുമ്പോൾ തന്നവരാണ്. നീ ഖൈർ നൽകണം അല്ലാഹ്. ഇനി ആരാ? അൽഹംദുലില്ലാഹ് വേറെ സഹോദരൻ 10,000 റുപ്യ അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ. ആ കൂട്ടുകാരന്റെ മരിച്ചുപോയ ഉപ്പയുടെ ഉമ്മയുടെ പേരിൽ ദുആ ചെയ്യാൻ അല്ലാഹുവേ അവരുടെ ഖബർ നീ വെളിച്ചമാക്കണം റഹ്മാനെ. സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. ഇതിനെത്ര മൊത്തം എണ്ണക്കെത്ര വേണ്ടി അജരെ? മൊത്തം എത്ര എണ്ണക്ക് വേണ്ടി? കുറെ ആള് മൊത്തം റുപ്യ വേണ്ടി? അടുത്ത കൊല്ലത്തേക്ക് 25 കിലോ അരിന്റെ പൈസ മൊത്തം. അതിന്റെ ഇടയിൽ അൽഹംദുലില്ലാഹ് നമ്മളിപ്പോ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഉറൂസ് ഉണ്ടല്ലോ, ഇന്നിപ്പോ വളമ്പാനിരിക്കുന്ന ചോറ്, അതിക്ക് കുറച്ച് പൈസ വേണം. അതുണ്ട് 25,000. അല്ലാഹ് അൽഹംദുലില്ലാഹ്. എന്നത് പണി തുടങ്ങണ അജരെ? പൈസ തുടങ്ങുമ്പോഴാ കിട്ടുക. അൽഹംദുലില്ലാഹ് 25,000 റുപ്യ. അൽഹംദുലില്ലാഹ് പുതിയ വീട് കൂടി കോയോ 21,000 റുപ്യ. 25 കിലോ അരിയോ എന്താ പറഞ്ഞല്ലോ പോടെ ആരോരാൾ അല്ലേ? അൽഹംദുലില്ലാഹ് ഓൺലൈനിലൂടെ 25 കിലോ അരി അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ. ആ കൂട്ടുകാരന്റെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ അറിയുന്ന റബ്ബേ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ ഫത്ഹ് നൽകണം അല്ലാഹ്. ഒരു 25,000 റുപ്യ ഇൻഷാ അല്ലാഹ് ആകാതെ വേണ്ടി ഇവിടെ
എന്തൊരു കണക്കാതെ മൊത്തത്ര പൈസ വേണ്ടി നിങ്ങൾക്ക്? ഒരു കുപ്പി വെളിച്ചെണ്ണ, ഒരു തേങ്ങ, ഒരു കോഴിമുട്ട എന്നൊക്കെ എഴുതി വെച്ചാൽ മൊത്തം ആകെ 25,000 റുപ്യ വേണം ഇവിടെ. ആ എത്ര പൈസ വാങ്ങിച്ചത്? ഏതപ്പം ഒരു 30,000 റുപ്യ വേണം. അൽഹംദുലില്ലാ പോരെ. ആ ഒരു 40 റുപ്യ വേറെ ഉണ്ടാവില്ലല്ലോ. ആ 40,000 റുപ്യ വേണം ഇവിടെ. അത് നിങ്ങൾ ഞാൻ ദ്വാരക്കാൻ പോവാണ് മതി. ബിസ്മില്ലാ. പക്ഷെ അത് ഞാൻ പിന്നെ വരണ്ടേ. അൽഹംദുലില്ലാ. പിന്നെ ഒരു 40,000 റുപ്യ വേണം. ബിസ്മില്ലാ. അതിക്കൊരു 5,000 പറയാൻ പറ്റുന്ന ഒരു 2 ആൾ കൈപ്പൊക്കിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാൻ. നമ്മളെ ഈ മജ്‌ലിസ്ക്ക് ഇൻഷാ അല്ലാഹ് 5,000 റുപ്യ അൽഹംദുലില്ലാ തരാൻ പറ്റുന്ന ഒരാൾ ബിസ്മി ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ഒരു 5,000 റുപ്യ അൽഹംദുലില്ലാ ഒരാൾ. അല്ലാഹ് ബർക്കത്ത് ചെയ്യണം മോനെ. ആഫിയത്ത്. 5,000 രണ്ടാമത്തെ ആളാരാ? ആദ്യം എങ്ങനെ നീർച്ച നടത്തേണ്ടത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാണ്ട്. അത് കഴിച്ചട്ടെ, മൈക്ക് ഓഫ് ആക്കട്ടെ. രണ്ടാമത്തെ ആളാരാ? 5,000 ഇവിടെ നോക്കി. നിങ്ങളിതൊക്കെ ലേലം ചെയ്യാൻ കോഴി, മുട്ട, കോഴി ഇതൊക്കെ പഴയ സിലബസ് ഇതൊക്കെ വന്ന തങ്ങന്മാർക്കാണ് കൊടുക്കല. നാളെ ഞാൻ അങ്ങനെ സ്ഥലത്തുനിന്ന് പറഞ്ഞു ഒരു ഉറൂസിനെ എൻ്റെ വണ്ടി നിറച്ച് കോഴി വടച്ചോനെ. ഞാൻ പിന്നെ ഒരു തക്കാരുണ്ടാക്കി നാടൻ കോഴിയുണ്ട്. അൽഹംദുലില്ലാ ഇവിടെ കോഴി ഒരു കോഴിയാണ് അല്ലേ സെയിം ഭായി? ആകെ ഒന്നുള്ളൂ. അത് നമുക്ക് രണ്ടാക്കും ശരിയാക്കാം. ആ ഇനി അൽഹംദുലില്ലാ 5,000 റുപ്യ ഒരാൾ. ബിസ്മില്ലാ. ഇനി ആരാ ഒരാളും കൂടി 5,000 റുപ്യ? അൽഹംദുലില്ലാ നമ്മളെ ഈ മജ്‌ലിസ്ക്ക് വേഗം പറയും. ഇനി ദ്വാരക്കാൻ പോവാണ്. അൽഹംദുലില്ലാ ആരാ ഒരു 5,000 പറയാൻ പറ്റുന്ന ആള്? ഒരാളും കൂടി 5 റുപ്യ പറയും. പടച്ചവനെ ആ 5,000 ഏറ്റെടുക്കുന്ന ആൾ എന്ത് മനസ്സിൽ കരുതി ഏറ്റെടുക്കുന്നോ ബദരീങ്ങളെ ബർക്കത്തുകൊണ്ട് നീ ഫതഹ നൽകണം റഹ്മാൻ. അൽഹംദുലില്ലാ. ആരാ 5,000 റുപ്യ ഒരാള്? വേഗം പറയും. വേഗം പൊക്കി. 5,000 റുപ്യ ഉണ്ടോ ആരെങ്കിലും? 2 ആൾ ഇവിടെ കൂടിയിട്ട് 5,000. അൽഹംദുലില്ലാ. ആ അല്ലാഹ് മരിച്ചുപോയ ഭർത്താവിന്റെ പേരിൽ. ആ ആരെല്ലാം ആ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയോ നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ഏറ്റെടുത്ത 2 പേരിലും നീ സന്തോഷം നൽകണം അല്ലാഹ്. 10. ഇനി 2,000 റുപ്യ പറയാൻ പറ്റുന്ന ഒരു 5 ആൾ കൈ പൊക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാ ഒരു 5 ആൾ 2 റുപ്യ അൽഹംദുലില്ലാ പറയാൻ പറ്റുന്ന ഒരു 5 ആൾ കൈ പൊക്കി നല്ല മനസ്സോടെ അൽഹംദുലില്ലാ ഈ മജ്‌ലിസിലേക്ക് ഇൻഷാ അല്ലാഹ്. 2 റുപ്യ അൽഹംദുലില്ലാ മരിച്ചുപോയ ഉപ്പയുടെ പേരിലും ഉമ്മാന്റെ ആഫിയത്തിന് വേണ്ടി 2,000 റുപ്യ. നേരത്തെ 25,000 തന്നിട്ട് അല്ലാഹ് കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ 2,000. 1. രണ്ടാമത്തെ ആൾ ആരാ? വേഗം പറയും. ഒരു 2 റുപ്യ ഇൻഷാ അല്ലാഹ് തരാൻ കഴിയാത്തല്ലോ ആരും ഉണ്ടാവില്ലല്ലോ. അൽഹംദുലില്ലാ വേഗം പറയും. ആ 2 റുപ്യ അവിടുന്ന് ഒരാൾ ബാക്കിന്ന് 2. അല്ലാഹ് ബർക്കത്ത് ചെയ്യണം. അൽഹംദുലില്ലാ 5,000. അൽഹംദുലില്ലാ. അപ്പൊ 17,000 അല്ലാഹ് നീ കബൂലാക്കണം റഹ്മാനെ. ആഫിയത്ത് സിഹത്ത് നൽകണം റഹ്മാൻ. അൽഹംദുലില്ലാ ഇവിടെ നമ്മളെ ചെറുപ്പക്കാർ നല്ല സജീവം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോലെ. അൽഹംദുലില്ലാ അല്ലാഹു അവരെ കച്ചവടത്തിലും ജോലിയിലും പഠനത്തിലൊക്കെ നല്ല ബർക്കത്ത് നൽകണം അല്ലാഹ്. 2,000 അൽഹംദുലില്ലാ 19. അല്ലാഹ് നീ കബൂലാക്കണം റഹ്മാനെ. ആഫിയത്ത് സിഹത്ത് നൽകണം അല്ലാഹ്. 19. ഇനി ആരാ 2 റുപ്യ തരാൻ കഴിയുന്നവര്? 2 റുപ്യ കഴിയുന്ന വേമേ പറയും. ബിസ്മില്ലാ. 2,000 റുപ്യ കഴിയുന്ന ആളുകൾ ഉണ്ടോ? 3,000 അൽഹംദുലില്ലാ. 22,000 ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലി. അല്ലാഹ് നീ കബൂലാക്കണം റഹ്മാനെ. ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ ഫതഹ നൽകണം അല്ലാഹ്. ഏറ്റെടുക്കുന്നവരുടെ മുമ്പിൽ ലക്ഷ്യങ്ങളുണ്ട്. നീ ഫതഹ നൽകണം അല്ലാഹ്. അത്രേ നമ്മളെ പ്രവർത്തകന്മാര് അൽഹംദുലില്ലാ നല്ല ബിസിനസ് തുടങ്ങി. അടുത്തോടെ ഇൻഷാ അല്ലാഹ് ബിസിനസ് റാഹത്തായിട്ട് നല്ലോണം തരണം അല്ലാഹു. നല്ല ബറക്കത്ത് നൽകണം റഹ്മാനെ. നല്ല ബറക്കത്ത് കൊടുക്കണം റഹ്മാനെ. എൻ്റെ പ്രവർത്തകന്മാര് ഖൈർ ബറക്കത്ത് അവർക്കൊക്കെ നീ നൽകണം അല്ലാഹ്. 2,000 ആ തുടങ്ങിയ ബിസിനസ്സിൽ നീ ഖൈർ പ്രദാനം ചെയ്യണം റഹ്മാനെ. 24. ഇനി ആരാ? അൽഹംദുലില്ലാ 2,000 പറയാൻ പറ്റുന്ന ആള് ഉണ്ടോ? 1,000 പറയാൻ കഴിയുന്ന ആൾ കുറെ ഉണ്ടാവും. ബിസ്മില്ലാ. ആ 2 സഹോദരിമാര്. ഒരാൾ അൽഹംദുലില്ലാ നല്ല ഭർത്താവിന് ജോലി കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെന്താണ് ഒന്ന്
മക്കൾ സ്വാലിഹീങ്ങളായ മക്കൾ ഉണ്ടാകാൻ വേണ്ടി അൽഹംദുലില്ലാ. അപ്പൊ 29 ബിഫളിൽ സല്ലല്ലാഹു അലാ 28 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലി. അല്ലാഹ് നീ കബൂലാക്കണം റഹ്മാനേ. ആ രണ്ട് സഹോദരിമാരുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ അറിയുന്ന റബ്ബേ നീ ഫത്ഹ് നൽകണം അല്ലാഹ്. 28 അൽഹംദുലില്ലാ 5000 നുസ്രുദ്ദീൻ അൽഹംദുലില്ലാ. നുസ്രുദ്ദീൻ എന്ന് പറയുന്ന കൂട്ടുകാരൻ 5000 അൽഹംദുലില്ലാ. 28 അൽഹംദുലില്ലാ. 33 ബിഫളിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലി. അല്ലാഹ് നീ കബൂലാക്കണം റഹ്മാനേ. ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ ഫത്ഹ് നൽകണം അല്ലാഹ്. ഖാലിദാജി എവിടെ? ഖാലിദാജി അൽഹംദുലില്ലാ. 2000 അല്ലാഹുവിന് ഇത് വേറെ. അപ്പൊ വേണ്ട, അത് വേറെ. അപ്പൊ 4000. അപ്പം 33 35 37 അൽഹംദുലില്ലാ. രണ്ടുപേരിലും നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. മനസ്സിൽ ലക്ഷ്യങ്ങളുണ്ട്, നീ ഫത്ഹ് നൽകണം അല്ലാഹ്. അതിനെത്ര ഒരു 3000 റുപ്യ കൂടി വേണം. അതാരാ? എന്തൊരു കാലറി? ഞാൻ കരുതി ഉണ്ട്. ഇത് വരക്കുമ്പോൾ നോക്കി വരക്കാഞ്ഞാലേ ഹൗദിന് വേണ്ടി 5000 റുപ്യ വിസ ശരിയാകാൻ വേണ്ടി. അൽഹംദുലില്ലാ. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ എവിടെ? ഗൾഫില്, ജിദ്ദയിലാ, ഒന്നും അറിയില്ല, ദുബായിലാ. അള്ളാഹു നല്ല ആ സ്പോൺസർക്ക് അള്ളാഹു നല്ല ബർക്കത്ത് ചെയ്യട്ടെ. ആ വിസക്കൊക്കെ അള്ളാഹു നല്ല സന്തോഷം നൽകട്ടെ. അങ്ങനെ എപ്പോഴും നമ്മൾ സ്പോൺസർമാർക്ക് വേണ്ടി വരക്കണം. ഓലാണ് നമ്മളെല്ലാം. ഓല് വളഞ്ഞാൽ ആകെ വളി. അവ എപ്പോഴും നമ്മൾ ദ്വാരക്കണ കൂട്ടത്തിൽ നമ്മൾ സ്പോൺസർമാർക്കും കൂടി ദ്വാരക്കണം. അങ്ങനെ വേണ്ടി. അതുപോലെ പൈസ ഒരാൾക്ക് തരാണ്ടെങ്കിൽ ഓൻ നശിക്കാൻ വേണ്ടി ദ്വാരക്കരുത്. ഓൻ അള്ളാഹു നല്ലോണം കൊടുക്കട്ടെ. കൊടുത്തിട്ട് നമുക്ക് തരാനുള്ള തോഫീക്ക് ഓന് കൊടുക്കട്ടെ അല്ലേ. മറ്റേ ഓനാകെ നശിച്ചു പോയിട്ട് പറഞ്ഞാൽ പിന്നെ നമ്മളെ കാര്യം എങ്ങോട്ടാ പോവുക? അപ്പൊ ഓന് നല്ലോണം ബർക്കത്തിന് വരക്കാം. അൽഹംദുലില്ലാ. ഞാൻ നിർത്താ. ഈ സാധനം കുറച്ച് തുറക്കാൻ പറഞ്ഞാണ്. ഇനി ഇവിടെ ആരും വരൂല. ഇത് മോണിറ്റർ ഇവിടെ രാമൻകുട്ടി എന്ന് പറഞ്ഞ സുനിൽകുമാർ. ഓ നല്ല ഉസാറാ. ഇന്നലെ എത്ര ഫോണൊന്നും ഇപ്പോഴും എടുത്തിട്ടില്ല. സുനിൽകുമാർ നല്ല. ഞാൻ ചെന്നത് അങ്ങനെ പാലക്കാട് എനിക്കൊരു രാമൻകുട്ടി ഉണ്ട്. ഞാൻ തങ്ങളിലോടത്തൊക്കെ ഞാനാ വരിക നോക്കാൻ പറഞ്ഞേക്കാം. അങ്ങനെയുണ്ട്. 500 റുപ്യ സംഭാവന തരും നമുക്ക്. സുനിൽ ഒരു 313 തരും ഇൻഷാ അല്ലാഹ്. അങ്ങനെയുണ്ട്. അല്ലാഹു നല്ല ബറക്കത്ത് നൽകണം അല്ലാഹ്. ഈ സദസ്സ് കാരണമായ ഹിദായത്തിന്റെ വെളിച്ചം നീ നൽകണം അല്ലാഹ്. അൽഹംദുലില്ലാ. ഇവിടെ ഹൗദ് ഇപ്പൊ തന്നെ ഉണ്ടാക്കേണ്ടി വരും. അൽഹംദുലില്ലാ. 5 സഹോദരിമാരത്തിന് 5000. അതെല്ലാരും കൂടെ കൂടിയിട്ട് മൊത്തം 5000 ആയിരിച്ചേ. അൽഹംദുലില്ലാ. ആ 5 സഹോദരിമാർക്കും നീ ബർക്കത്ത് ചെയ്യണം. അൽഹംദുലില്ലാ. 3 യുവാക്കൾ ഇൻഷാ അല്ലാഹ് 5000 റുപ്യ. അൽഹംദുലില്ലാ. അല്ലാഹുവേ നീ ബർക്കത്ത് നൽകണം അല്ലാഹ്. ആഫിയത്ത് സിഹത്ത് നീ നൽകണം അല്ലാഹ്. ഇനി ആരാ? അൽഹംദുലില്ലാ. ഞാൻ നിർത്താം മക്കളെ. അങ്ങനെ തങ്ങന്മാർ ഇവിടെ ഉണ്ട് വേക്കല്. എന്നിട്ട് എന്താ അവിടെ ഇവിടെ കസാര ഇരുത്തി? ഒരു കസാര എടുത്ത നീച്ചേ ഒരുത്തൊക്കെ ഇട്ടാണ് നീച്ചേ. നീച്ചിങ്ങള് വടച്ചോനായ റബ്ബേ. ഞാൻ തങ്ങന്മാരുള്ളോന്ന് അറിയാം. അവിടെ 2 തങ്ങന്മാരുണ്ടോ? ഞങ്ങൾ പിന്നെ നമ്മള് കമ്പനിയാണ്. എന്തായാലും പറ്റില്ല. നിങ്ങൾ കസാര കുത്തിരി ഇവിടെ ഇരിക്കും. നിങ്ങൾ എന്താ ഇവിടെ കുത്തിരിക്കും. ദ്വാരക്ക മൈക്കല്ലാത്ത ദ്വാരക്കുമ്പോൾ ദമ്മ് കിട്ടണ്ടേ? നിങ്ങളെ ഒരു സഹോദരി അൽഹംദുലില്ലാ. സഹോദരൻ 3313. 313 കുട്ടികളായില്ലേ? 3313. അല്ലാഹ് നീ ബറക്കത്ത് നൽകണം അല്ലാഹ്. ആഫിയത്ത് സിഹത്ത് നൽകണം അല്ലാഹ്. അൽഹംദുലില്ലാ. ഇനി ആരാ? അൽഹംദുലില്ലാ. ഞാൻ നിർത്തട്ടോ. ബിസ്മില്ലാ. ഇനി മുത്തനബി തങ്ങളെ കയ്യിൽ പൈസ തരണം നിർത്തിയാൽ ഇപ്പൊ അടുത്ത് നടക്കൂല. വേഗം പറഞ്ഞോളി. അങ്ങനെ ഉണ്ട്. ഞാൻ നിർത്താ. കുറച്ച് വൈകി സമയം. പിന്നെ ഈ ഡയറിയിൽ റോട്ടുമുള്ള ബ്ലോക്കൊന്നും എഴുതിയേക്കാൻ പറ്റൂലല്ലോ. ഇയാൾ ഫോൺ വിളിച്ചിരുന്ന കാര്യം ബ്ലോക്ക് നീങ്ങണ്ടേ? അങ്ങനെ ഉണ്ട്.
അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്താണ്. അൽഹംദുലില്ലാ. 1000 റുപ്യ. ഇവിടെ നിന്ന് ഇപ്പം നാളെ ഇപ്പം എത്ര അരിയാ വെക്കണേ? ആകെ 50. അടുത്ത കൊല്ലത്തേക്കുള്ള ഇൻഷാ അല്ലാഹ് അരി നിങ്ങള് അടുത്ത കൊല്ലം തന്നാ മതി. നെയ്ച്ചോറ സാധാ ചോറ? നെയ്ച്ചോറ് 3000. എത്ര ഒരു ചാക്കിന്? 50 കിലോന് 4000 വേണ്ടല്ലോ. ജോക്കറാണെങ്കിൽ 3300 ഗോൾഡ് ഗെയിനാണ് 2400. അതൊന്നും മുത്തനൂർ തങ്ങൾക്ക് നടക്കൂല. അപ്പൊ 3200 റുപ്യ, 300 റുപ്യ. ഏതരിയ? നെയ്യൊന്നും അതിൽ കൂടില്ല. അരിയാ ഞാൻ ചോദിച്ചു 3400. അത് പറയാം. ഇനിയിപ്പോൾ അതിന് കച്ചറ വെള്ളം വരെ. ഏതായാലും അൽഹംദുലില്ലാ ഒരു 3400 റുപ്യ ബിസ്മില്ലാ ഒരു 50 കിലോന് നിങ്ങൾ അൽഹംദുലില്ലാ. ഇവിടുത്തെ ഹൗദക്ക് അൽഹംദുലില്ലാ ഒരു 5000. വീടിന്റെ പണി പൂർത്തിയാകാൻ വേണ്ടി പടച്ച റബ്ബ് ആ നൽകിയ സംഭാവനയുടെ ബർക്കത്ത് കൊണ്ട് അറിയാത്ത വഴികൾ അള്ളാഹു തുറന്നു കൊടുത്ത് ആ വീടിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാ. ഇനി അൽഹംദുലില്ലാ ഞാൻ നിങ്ങളോട് ചോദിക്കണം, അടുത്ത കൊല്ലത്തേക്കുള്ള അരിയാണ്. അത് നിങ്ങളൊരു 50 ചാക്ക അരി ഇവിടുന്ന് പറയണം. ഓരോരുത്തരും ഓരോ ചാക്ക അരിയിൽ 2 ചാക്ക അരി അൽഹംദുലില്ലാ. അത് നിങ്ങൾ ഏറ്റെടുത്തിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഒന്നും കുടുങ്ങൂല. എന്നാൽ ഒരു കൊല്ല ദുആ കിട്ടും. അങ്ങനെയാണ്. അടുത്ത കൊല്ലത്തേക്ക് നാളെ വെക്കാനുള്ളതല്ല, അടുത്ത കൊല്ലത്തേക്കാ ഞാൻ ചോദിക്കണേ. എല്ലാവർക്കും ഏറ്റെടുക്കുക. നിങ്ങൾ ചെറിയ ഒരാൾക്ക് വെക്കുക. ഇവിടുത്തെ മഹാന്മാർ വരും നിങ്ങളെ പൊരിയിൽ. എന്നിട്ട് നിങ്ങൾ ഓരോ ദിവസം ഇൻഷാ അല്ലാഹ് അങ്ങനെ ഇടുമ്പോൾ 10 ചാക്കുള്ള പൈസ ഉണ്ടാവും. അൽഹംദുലില്ലാ. എന്നാണ് ഞാനൊരു വീട്ടിൽ ചെന്നു. അയാൾ ആടിനറുത്തിട്ട് മൗലൂദ് നടത്തുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അപ്പൊ അയാൾ പറഞ്ഞു ഞാനൊരാൾക്ക് വെച്ച് മുത്തുനബിന്റെ പേര്. എന്നിട്ട് ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് പൈസ അങ്ങനെ ഇടും. അതിലെത്ര പൈസ അതിനനുസരിച്ച് മൗലൂദ് നടത്തും. അങ്ങനെയൊക്കെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ. ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു അടുത്ത കൊല്ലം ഇൻഷാ അല്ലാഹ് ഒരു ചാക്കരി അൽഹംദുലില്ലാ. മഹ്മൂദ് ഹാജി 1, അല്ലാഹ് ബർക്കത്ത് ചെയ്യണം മോനെ. ഹാജിയർ 2, ഫൈസൽ 3, ഇതെഴുതിയാണ് ഹുസൈൻ കൈതി 3 അൽഹംദുലില്ലാ. 1 നിങ്ങളെ വക എഴുതി അവിടെ ഫസ്റ്റ് തന്നെ. 4, 1 റഫീഖ് VP റഫീഖ് 5, 6 അൽഹംദുലില്ലാ. 6 7 8 മുബശ്ശിറിന്റെ വക അൽഹംദുലില്ലാ. നല്ല കുട്ടിയാ അൽഹംദുലില്ലാ. മുഹമ്മദ് 9, 10 ബിസ്മില്ലാ. 10 ഇവിടെ അൽഹംദുലില്ലാ. അല്ലാഹ് ബർക്കത്ത് ചെയ്യണം മോനെ. ബേബേ എഴുതിയാ നിങ്ങൾ പഴയ കണ്ടക്ടർമാര് ബസ് തന്നെ ഉള്ളു ഇയാൾക്ക്. സാധുര്യോ? ഞങ്ങൾക്ക് സാധുരി റാത്തീബാണ്. അൽഹംദുലില്ലാ. ഒരു ചാക്ക് ഇവിടെ സാധുരി ബേക്കിലാ അൽഹംദുലില്ലാ. 11 ഇയാളെ വക ഒരു ചാക്ക് എഴുതിയേനെ അൽഹംദുലില്ലാ. 12 ഇൻഷാ അല്ലാഹ് ഒരു 1000 റുപ്യ വേറെ. അത് വേറെ 1000 റുപ്യ അല്ലാഹ് ബർക്കത്ത് ചെയ്യണം. അപ്പൊ 12 ചാക്ക് വേം എഴുതി ബിസ്മില്ലാ. 12. 13ാമത് ചാക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ പറയും നിങ്ങൾ നീർച്ചയ്ക്ക് റൂട്ട് മാറ്റിയാണ്. അങ്ങനെ വെച്ച ചോറിനോടും പിരിച്ചില്ല, വെക്കാത്ത ചോറിനെ വെക്കല്ലേ. അൽഹംദുലില്ലാ. നാളത്തെ നെജീന് പൈസ തന്നോ? അൽഹംദുലില്ലാ. ഞാൻ പറയും അല്ലാഹ് 14 സഹോദരിമാരൊക്കെ ഉണ്ട്. ഒരു ചാക്കരി നാളെ വെക്കാനുള്ളതല്ല സഹോദരിമാരെ, അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് വിധിയുണ്ടെങ്കിൽ ഈ നീർച്ചയിലേക്കുള്ളതാണ്. അപ്പൊ അടുത്ത കൊല്ലം ഒരു കൊല്ലങ്ങൾക്ക് അതിന് ടൈമുണ്ട്. അൽഹംദുലില്ലാ. ഒരു 50 കിലോ അരി അൽഹംദുലില്ലാ ഏറ്റെടുക്കുന്ന ആളുകൾക്ക് സ്വർഗീയ ഭക്ഷണം കഴിക്കാനും കഴിപ്പിക്കാനും ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണം റഹ്മാൻ. അൽഹംദുലില്ലാ. 2 ചാക്ക് 15 16 17 18 അൽഹംദുലില്ലാ. വേം പറയും 19. 19ാമത് ആരാ? വേം പറയും 19 ഇവിടെ അൽഹംദുലില്ലാ. അല്ലാഹ് ബർക്കത്ത് ചെയ്യാൻ അൽഹംദുലില്ലാ. 19 നേരത്തെ 20 ആരാ? അൽഹംദുലില്ലാ. 20 ഇവിടെ സ്റ്റേജില് 20 സ്റ്റേജ് നിങ്ങൾ എഴുതിക്കോളി അല്ലേ. 20 നിങ്ങൾ തന്നെ എഴുതിയാണത്. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ഒരു സഖാഫി ഉസ്താദിന്റെ വക ഒരു ചാക്കരി മകളുടെ കല്യാണ റാഹത്തോടെ നടക്കാൻ അള്ളാഹു ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഒരു പ്രയാസമില്ലാതെ അറിയാത്ത വഴികൾ തുറന്നുകൊടുത്ത് ആ വിവാഹം സന്തോഷത്തോടെ നടത്താൻ ഈ തൗഫീഖ് നൽകണമല്ലാ. അൽഹംദുലില്ലാ. 22 23ാമത് 23 ബാക്കില് അള്ളാഹു നീ ബർക്കത്ത് ചെയ്യണം. 23 24 ബിസ്മില്ലാ. ഒരു ചാക്ക്
ആ ബിസിനസ് നന്നാകാൻ വേണ്ടിയും ഷോപ്പിൽ നല്ല റാഹത്ത് ഉണ്ടാകാൻ വേണ്ടി അൽഹംദുലില്ലാ. അപ്പൊ 26 അൽഹംദുലില്ലാ. ആരോ വാപ്പല്ലേ ഉബൈദിന്റെ വാപ്പ അല്ലെ, ഒരു ചാക്കരി അൽഹംദുലില്ലാ. ഒരു ചാക്ക. അപ്പൊ 27 അൽഹംദുലില്ലാ. അല്ലാഹു ബർക്കത്ത്. ഒരു സഹോദരൻ ഒരു ചാക്ക് 28 ബിസ്മില്ലാ. 2 അൽഹംദുലില്ലാ. 2 നിങ്ങളെ ഞാൻ എവിടുന്നോ കണ്ടുകണല്ലോ. 30 31 ഒരു 3 ചാക്ക് വേറെ ആള് 34 ഒരു സഹോദരി 3 ചാക്ക് അൽഹംദുലില്ലാ. ആ സഹോദരിക്ക് നല്ല ബർക്കത്ത് ചെയ്യണം അൽഹംദുലില്ലാ. 34 ഇനി ആരാ? ബിസ്മില്ലാ. ഒരു ചാക്ക് കൂടി പറയും 35 പൂർത്തിയാക്കി. ബിസ്മില്ലാ. സഹോദരിമാര് ഓരോ ചാക്ക അരി വേമ്പേം പറയും. ഒരു 15 ആളും കൂടി കൈ പൊക്കണം. ബിസ്മില്ലാ. അങ്ങനെ അൽഹംദുലില്ലാ അടുത്ത കൊല്ലത്തേക്കുള്ള അരിയാണിത് അൽഹംദുലില്ലാ. ഇനി ഒരു തങ്ങൾ വന്നിട്ട് ആ വെച്ച ചോറ്റക്ക് നെയ്യ് ചോദിച്ചാൽ ഒരു ഗതികേട് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ തീർച്ചയായിട്ടും അൽഹംദുലില്ലാ എല്ലാം നടക്കും. നടക്കാത്തൊരു സംഗതി ഇല്ല. പിന്നെ ആളുകൾ പറയുന്നത് പ്രളയാണ്, മണ്ണിടിച്ചില്ല. അത് നേരത്തെ കൊടുക്കാത്തവനുള്ള മാറ്ററാ. നേരത്തെ കൊടുക്കാത്ത ഒരാൾ പ്രളയാണെന്ന് പറഞ്ഞിട്ട് പൈസ തരാന്ന ഓനോട് അപ്പ ചോദിക്കണ്ടെങ്കിൽ മുമ്പ് വല്ലതും കൊടുത്തിനോ? പ്രളയത്തിന്റെ മുമ്പ് പിന്നെ കൊടുത്തിക്കണമെങ്കിലല്ലേ ഓനെ പറ്റി ചർച്ച ചെയ്യാനുള്ളൂ. നേരത്തെ കൊടുക്കാത്തവനെന്താ? ഓന് കൊടുക്കാതിരിക്കാന്നുള്ള ഒരു പ്രളയം എന്നല്ല എന്താ? അൽഹംദുലില്ലാ. ഒരു ചാക്ക് 35. യൂസുഫ് 36 അൽഹംദുലില്ലാ. ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയായി. ഓരോരുത്തരുടെയും മനസ്സിൽ ലക്ഷ്യങ്ങളുണ്ട്. നീ ഫതഹ് നൽകണമല്ലാ. 36 37ാമത്തെ ചാക്കരി ബിസ്മില്ലാ. അല്ലാഹ് ഇത് പൂർത്തിയാക്കണം. പീടിയൽ പറമ്പത്ത് പീടിയുള്ള പറമ്പത്ത് അങ്ങനെയുണ്ട്. 5 ചാക്ക് അൽഹംദുലില്ലാ. 40 ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സല്ലി അലൈഹി വസല്ലി. അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനേ. ആ കുടുംബത്തിൽ ബറക്കത്ത് നൽകണമല്ലാ. അവിടെ കച്ചവടങ്ങൾ ജോലികൾ റാഹത്ത് നൽകണമല്ലാ. ആ കുടുംബത്തിൽ നിന്ന് ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് മഗ്ഫിറത്ത് നൽകണമല്ലാ. 40 ഹൗദിലേക്ക് അൽഹംദുലില്ലാ 5000 റുപ്യ രോഗം ശിഫയാകാൻ വേണ്ടി അല്ലാഹുവേ എന്ത് രോഗമാണെങ്കിലും ആ സഹോദരിക്കും ഞങ്ങൾക്കും നീ ശിഫ നൽകണമല്ലാ. അൽഹംദുലില്ലാ. ഇനി ഏതായാലും ഇവിടെ വരുന്ന തങ്ങളൊരു അടങ്ങേറ്. അൽഹംദുലില്ലാ. ബിസ്മില്ലാ. തേനുണ്ട് ഇവിടെ. ഞാൻ തേനോടെയും കച്ചവടം നടത്താറില്ല. ലേലം ഞാൻ വിളിക്കാറില്ല. അതുകൊണ്ട് തേൻ ഇൻഷാ തങ്ങളെ മുമ്പക്ക് വരും. ഒരു 100 റുപ്യ ഇൻഷാ അല്ലാ നിങ്ങൾ അലം നസ്രഹ് സുഹൃത്ത് 11 പ്രാവശ്യം ഓതിയിലും മന്ദിരിച്ചിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ നല്ല ഓർമ്മശക്തി കൊണ്ടാവും. അതുകൊണ്ട് ആവശ്യമുള്ളവർ ഇൻഷാ അല്ലാ വാങ്ങുക. അതൊന്നും കച്ചവടമല്ല, ഈ സദസ്സിൽ വെച്ച തേനാണ്. അൽഹംദുലില്ലാ. മുബശ്ശറേ വേറെ ഇജ്ജ് മാത്രമുള്ളൂ ഇവിടെ. ഒരാൾക്ക് കൊടുത്തുവിട്. ഒന്ന് ആണുങ്ങൾക്ക് ഒന്ന് പെണ്ണുങ്ങൾക്ക് കൊടുത്തുവിട്. അൽഹംദുലില്ലാ. 100 റുപ്യ പിന്നെ കൊടുത്താൽ മതി. അൽഹംദുലില്ലാ. ഒന്ന് ഇവിടെ കൊടുക്ക് അപ്പോക്ക്. ഇനി നിർത്താ. ബിസ്മില്ലാ. ഇനി എന്താ വേണ്ടി ആചാര? പിന്നെ നമ്മളെ മഹദറത്തുൽ ബദർ മജ്ലിസ് ഇൻഷാ അല്ലാ നടക്കുന്നുണ്ട് ഇവിടെ. അതിൽ ഭക്ഷണം കഴിഞ്ഞ കൊല്ലം അങ്ങനെ കൊടുത്തിരുന്ന ആളുകളുണ്ട്. ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഓല് പറയാ എന്നെ കൊണ്ട് ഇനി കഴിയൂലാന്ന്. അല്ലെങ്കിൽ അത് അങ്ങനെ സ്ഥിരാക്കുകയാണ്. ഇൻഷാ അല്ലാ. അപ്പൊ അതുകൊണ്ട് വിഷമമുള്ളവർ എന്ത് ചെയ്താൽ മതി? പറഞ്ഞാൽ മതി. ഇനി നമുക്ക് ദ്വാരക്കാം. ഹൗദിലേക്ക് അൽഹംദുലില്ലാ ഒരു വള. അല്ലാഹ് അൽഹംദുലില്ലാ. സംസമുള്ള നേരം വെച്ചാൽ പാടില്ല മോനെ. അയച്ചെടുത്തോ മുബശ്ശിർ നല്ല കുട്ടിയാ. അള്ളാഹു എന്തെങ്കിലും പൈസ കൊടുത്തേണ്ടി എൻ്റെ വക സംസം വെള്ളത്തിനല്ല ഇത് കൊടുത്തേണ്ടി. ഒരു 313 ഉറുപ്പ്യൻ്റെ വക ഇതിക്ക് സംഭാവന കൊടുത്തേണ്ടിട്ടോ. അള്ളാഹു ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഒരുപാട് നല്ല പ്രവർത്തനം ചെയ്യാനും ഈ നാട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഹിമ്മത്തും ഹിമായത്തൊക്കെ അള്ളാഹു തരട്ടെ. അൽഹംദുലില്ലാ. ഞാൻ വരട്ടെ. അൽഹംദുലില്ലാ.
ആ എത്ര ഉണ്ട് എണ്ണ അറിയോ? ആ പറഞ്ഞേ. അൽഹംദുലില്ലാ 9 സഹോദരിമാർ ഓരോ ചാക്കരി, അങ്ങനെ 9 ചാക്ക് 49. അല്ലാ ബിസ്മില്ലാ. ഒരു ചാക്കാരിയും കൂടി വേണം. അൽഹംദുലില്ലാ ഒരു ചാക്കാരി 50ആയി. ഒരു ചാക്കും കൂടി പറയണം. ഇന്നല്ലാഹ ഔത്തറുൻ ഇന്നല്ലാഹ യുഹിബ്ബുൽ വിത്ര. ആരാ? അള്ളാഹ് ഒറ്റയാണ്, ഒറ്റ ഇഷ്ടപ്പെടുന്നു. ആരാ? 50 ചാക്കായി 51. അൽഹംദുലില്ലാ അള്ളാഹ് ബർക്കത്ത് ചെയ്യണം. അൽഹംദുലില്ലാ. അപ്പോൾ 51 ചാക്കാരി ഏകദേശം 5 ലക്ഷം റുപ്യോളം ഹൗദിനുണ്ടാവും ഇൻഷാ അള്ളാഹ്. പിന്നെ 40,000 റുപ്യ നമ്മൾ RKG കോയിലാലും ചെല് ഏതാമോ ഉണ്ട്. അൽഹംദുലില്ലാ. ആ മാഷ് വിളിക്കും. അതാ പിന്നെ വിളിച്ചോളി. ആ ഓപ്പറേറ്റർ പോകാൻ പൈസ തരും. നമ്മൾ ഓപ്പറേറ്റർ വിളിച്ചാണ് ഓനെ കോഴി കൊടുക്കണം. അതായി കോഴി അവന് കൊടുക്കുക 313 റുപ്യ കൊടുത്തോണ്ട് ആ കോഴി അവന് കൊടുക്കുക. അവന് എന്തിനാ ദുബായിൽ 5000 റുപ്യ ഹൗദക്ക്. അള്ളാ എന്താണ് സനൂഫ്. അൽഹംദുലില്ലാ. അള്ളാഹു ആ സഹോദരനല്ല ബർക്കത്ത് ചെയ്യണം. അൽഹംദുലില്ലാ. ഞാരാ നിങ്ങൾക്ക് ഒരു 11 തഹ്ലീൽ ഇൻഷാ അള്ളാഹ് ചൊല്ലിയിട്ട് നമ്മൾ ദ്വാരക്ക. 17 ഖത്ത് ഓതിയുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾ വേറെ യാസീൻ ഓതിയവരുണ്ട്. അതുപോലെ സ്വലാത്ത് ചൊല്ലിയ ആളുകളുണ്ട്. ആ അല്ലേ ഓപ്പറേറ്റർ 313 റുപ്യ നമ്മളെ എന്തിന് രാമോ അറിയാൻ എന്തോ അവൻ്റെ പേര് ഷുഹൈബ്. ആ ആണ് ഷുഹൈബ് അല്ലേ? ആ അപ്പൊ ഷുഹൈബ് അൽഹംദുലില്ലാ. ഷുഹൈബ് അൽഹംദുലില്ലാ ഓനാണ് കോയി. അങ്ങനെയാണ് ഓൽക്കാ കൊടുക്കണ്ടേ. ഹൗദിലേക്ക് 5000 ജോലിയിൽ അല്ലേ കയറ്റം കിട്ടാം. അൽഹംദുലില്ലാ. നല്ല പ്രൊമോഷൻ കൊടുക്കട്ടെ അള്ളാഹു, നല്ല ശമ്പളം കൊടുക്കട്ടെ. ഞാൻ ലാസ്റ്റ് ഇൻഷാ അല്ലാഹ് ഇവിടെ വെച്ചതാ. ആ ഞാൻ അൽഹംദുലില്ലാ എല്ലാവരും ഒരു 11 നിങ്ങൾ നല്ല മനുഷ്യന്മാരാണ് കേട്ടോ. അള്ളാഹു സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ. അള്ളാഹു സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ. അൽഹംദുലില്ലാ. ആ അള്ളാഹു ആ സഹോദരിക്ക് നല്ല ആഫിയത്ത് സിഹത്ത് തരട്ടെ. ഷുഹൈബ് കുറച്ചുകൂടി തുറന്നാടാ, ഒരു 10 മിനിറ്റ് തുറന്നോ. ഒന്നും സംഭവിക്കൂല. ഇത് തുറന്നാൽ മതി, മറ്റൊന്നും തുറക്കണ്ട. അൽഹംദുലില്ലാ. ഞങ്ങൾ ദ്വാരക്കാം. ഞങ്ങളപ്പോൾ ദ്വാരക്കല്ലേ അല്ലേ? നിങ്ങൾക്ക് ഉറക്കം വന്ന് വിഷമിച്ചോ? ആ അൽഹംദുലില്ലാ. തങ്ങന്മാര് നമ്മളങ്ങനെ അടി കുത്തിരിക്കാൻ പാടില്ല കേട്ടോ. നിങ്ങൾ പൊരുത്തപ്പെടണുണ്ടോ? അൽഹംദുലില്ലാ. ഞാൻ ലാസ്റ്റ് മന്ത്രിച്ചിറങ്ങി ആളുകൾ പോയിക്കോട്ടെ. ബിസ്മില്ലാ. جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 أستغفر الله العظيم 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 أستغفر الله العظيم
അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ഹയ്യു യാ ഖയ്യൂം 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 യാ ഹയ്യു يا حي يا قيوم يا حي يا قيوم لا إله إلا الله محمد رسول الله 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 الحمد لله الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اغفر لنا ذنوبنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك يا الله يا الله يا لطيف يا الله يا نور يا الله يا قهار يا الله സാധുക്കളാണ് പാപികളാണ് ഞങ്ങൾക്ക് നീ അഫ്വ് നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ അവസാനം നീ നന്നാക്കി തന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മതിവോളം ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനേ അല്ലാഹുവേ ഈ സദസ്സ് ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണം റഹ്മാനേ അല്ലാഹുവേ ഈ സദസ്സ് മദീനയിലേക്ക് നീ എത്തിക്കണം അല്ലാഹ് ഉപ്പാപ്പയുടെ നോട്ടമുള്ള മജ്ലിസാക്കി നീ കബൂലാക്കണം റഹ്മാനേ അല്ലാഹുവേ മുത്തുനബി മജ്ലിസ് കാണുന്നുണ്ട് അല്ലാഹുവേ അവിടുത്തെ നോട്ടമുള്ള മജ്ലിസാക്കി നീ കബൂലാക്കണം റഹ്മാനേ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈ മജ്ലിസ് നീ കബൂലാക്കണം റഹ്മാനേ അല്ലാഹുവേ നിന്റെ ഖലാ പ്രകാരമാണ് സാധുവായ ഞാൻ ഇവിടെ എത്തിയത് അല്ലാഹുവേ അവിടുത്തെ കുരുത്തവും പൊരുത്തവും ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹുവേ അവിടുത്തെ കുരുത്തവും പൊരുത്തവും ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനേ മരിക്കുന്നതിന് മുമ്പ് ആരോഗ്യ സമയത്ത് മദീനയിൽ പല തവണയെത്താൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് മുത്തുനബിയുടെ പൂമുഖം ഞങ്ങൾക്കൊന്ന് കാണണം അതിന് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം മുത്തുനബിയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ കൂട്ടുകുടുംബങ്ങൾ മുഅ്മിനീങ്ങൾ ഞങ്ങളെ ചുറ്റുഭാഗത്തും മറവിട്ട് കിടക്കുന്ന ഞങ്ങളെ ഉപ്പമാര് ഞങ്ങളെ ഉപ്പാപ്പമാര് ഞങ്ങളെ ഉമ്മമാര് ഉമ്മാമ്മമാര് ഞങ്ങളെ മക്കൾ ഭാര്യ കുടുംബങ്ങൾ അല്ലാഹുവേ അവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹുവേ ഞങ്ങളും മരണപ്പെട്ടാൽ ഞങ്ങളെ ഖബർ
ഖബറിലേക്ക് ദുആ നിലനിൽക്കുന്ന സദസ്സാക്കി ഈ സദസ്സ് ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തണം റഹ്മാനേ. അടുത്ത വർഷത്തേക്ക് 51 ചാക്ക് അരികൾ ഏറ്റെടുത്ത ആളുകൾ, അതിൽ 5 ചാക്ക് ഏറ്റെടുത്ത ആളുകളുണ്ട്, 3 ഏറ്റെടുത്തവരുണ്ട്, 2 ഏറ്റെടുത്ത ആളുകളുണ്ട്. ഹൗദിലേക്ക് 25,000, 10,000, 12,500, 5,000, 3,313 ഏറ്റെടുത്ത ആളുകളുണ്ട്. അല്ലാഹുവേ, ഓരോരുത്തരുടെയും മനസ്സിൽ ലക്ഷ്യങ്ങളുണ്ട്. നീ ഫതഹ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, സാഹിരിയുടെ സിഹറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. സാഹിരിയുടെ സിഹറിൽ നിന്ന് ഞങ്ങളെ കാക്കണം അല്ലാഹ്. ളാലിമീങ്ങളുടെ ദുൽമിൽ നിന്ന് ഞങ്ങളെ കാക്കണം അല്ലാഹ്. ചതിയന്മാരുടെ ചതിയിൽ നിന്ന് ഞങ്ങളെ കാക്കണം അല്ലാഹ്. കള്ളപ്രചാരകരുടെ പ്രചരണത്തിൽ നിന്ന് നീ സലാമത്ത് നൽകണം റഹ്മാനേ. ഒരാളെ മുമ്പിലും സ്വന്തം കാര്യത്തിന് വേണ്ടി യാചിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് വരുത്തല്ല റഹ്മാൻ. അല്ലാഹുവേ, സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരാളെ മുമ്പിലും യാചിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് മരിക്കുന്നത് വരെ ഞങ്ങൾക്കോ ഞങ്ങളെ പരമ്പരക്കോ നീ നൽകല്ല അല്ലാഹ്. ഞങ്ങൾക്കോ ഞങ്ങളെ പരമ്പരക്കോ നീ നൽകല്ല റഹ്മാനേ. ഇസ്സത്തോടെ ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മതിവോളം ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനേ. അല്ലാഹ്, ഞങ്ങളെ ഈ സദസ്സ് കാരണമായി ഞങ്ങളെ നീ നന്നാക്കണം റഹ്മാനേ. നിസ്കരിച്ച നിസ്കാരങ്ങളെ കൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുമെന്ന വാദം ഞങ്ങൾക്കില്ല. ഞങ്ങൾ നൽകിയ ദാനധർമ്മങ്ങളെ കൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുമെന്ന വാദം ഞങ്ങൾക്കില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ലഭിച്ച് സ്വർഗത്തിൽ കടക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. പടച്ചവനെ, ക്യാൻസർ ഞങ്ങൾക്ക് നൽകല്ല റബ്ബേ. ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. ക്യാൻസർ ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. അറ്റാക്ക് നീ നൽകല്ല അല്ലാഹ്. പ്രഷർ, പ്രമേഹങ്ങൾ നീ നൽകല്ല അല്ലാഹ്. മാറാത്ത ഊരവേദനകൾ, തലവേദനകൾ, കൈക്കാൽ കടച്ചിലുകൾ, അപസ്മാര രോഗങ്ങൾ നീ നൽകല്ല റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ ശരീരത്തിൽ കത്തിവെക്കേണ്ട രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ ശരീരത്തിന്റെ ഉള്ളിൽ ഏതെല്ലാം രോഗങ്ങളാണെന്ന് ഞങ്ങൾക്കറിയില്ല. 2 കിഡ്നിയും നഷ്ടപ്പെട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ വല്ല രോഗങ്ങളും ഞങ്ങൾ കാണാത്തത് അല്ലാഹുവേ ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട്, അല്ലാഹ്, ഞങ്ങളെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് നീ ശിഫ നൽകണം അല്ലാഹ്. ആഫിയത്ത്, സിഹത്ത് നൽകണം റഹ്മാനേ. സാധുവായ ഞാൻ എത്രയോ മജ്ലിസിൽ ചെന്ന് പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലാഹുവേ കൈ നീട്ടുമ്പോൾ മടിയില്ലാതെ ഏറ്റെടുക്കുന്നവരുണ്ട്. അവരോടൊക്കെ ഞാൻ വാക്ക് നൽകിയത് ദുആയാണ്. എൻ്റെ സദസ്സുകളിൽ വെച്ചുകൊണ്ട് സ്വർണ്ണ മോതിരങ്ങൾ, സ്വർണ്ണ വളകൾ നൽകിയ സദസ്സുകൾ അല്ലാഹുവേ എല്ലാവരോടും വാക്ക് നൽകിയത് ദുആയാണ്. അല്ലാഹുവേ, ദുആയിലൂടെ ഞങ്ങളെ ഈ ബന്ധം നീ നിലനിർത്തണം റഹ്മാനേ. അല്ലാഹ്, ദുആയിലൂടെ ഞങ്ങളെ ഈ ബന്ധം നീ നിലനിർത്തണം റഹ്മാനേ. അല്ലാഹുവേ, സ്വർഗത്തിലും ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണം അല്ലാഹ്. പടച്ചവനെ, സ്വർഗത്തിലും ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണം അല്ലാഹ്. അല്ലാഹുവേ, കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ല അല്ലാഹ്. മയ്യത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് പള്ളിയിലുള്ള ഉസ്താദിന് ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. ഈ കടക്കുന്ന മയ്യത്തിന്റെ പേരിൽ കടബാധ്യതകളുണ്ട്. അത് മക്കളേറ്റെടുത്തിരിക്കുന്നു, കുടുംബങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ആ ഒരു ഗതികേട് ഞങ്ങൾക്ക് നീ വരുത്തല്ല റഹ്മാൻ. ആ ഒരു ഗതികേട് ഞങ്ങൾക്ക് നീ വരുത്തല്ല അല്ലാഹ്. ഞങ്ങളാൽ വന്ന കടങ്ങൾ ഞങ്ങൾക്ക് തന്നെ വീട്ടി സന്തോഷത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ യാത്രകളിലൊക്കെ ബർക്കത്ത് നൽകണം അല്ലാഹ്. രാത്രി ഉറക്കമൊഴിച്ച് ഓടുന്നവരാണ് ഞങ്ങളെ ഡ്രൈവർമാർക്കും ആഫിയത്ത്, സിഹത്ത് നൽകണം അല്ലാഹ്. ഒരു തളർച്ചയും നീ നൽകല്ല റഹ്മാനെ. എൻ്റെ കൂടെ പോരുന്ന എണ്ണിക്കും ബർക്കത്ത് നൽകണം അല്ലാഹ്. ഭക്ഷണമുണ്ടാക്കി തന്ന വീട്ടുകാരുണ്ട്, എനിക്ക് വേണ്ടി ഖിദ്മ ചെയ്ത ആളുകളുണ്ട്, ഈ മജ്ലിസിലേക്ക് എത്താൻ വേണ്ടി കുറെ ഫോൺ ചെയ്ത ആളുകളുണ്ട്. അല്ലാഹുവേ, എല്ലാവരിലും നീ ഖൈറ് പ്രദാനം ചെയ്യണം റഹ്മാനെ. അങ്ങനെ ഞങ്ങളെ ഖൽബ് നന്നാക്കി സ്വർഗത്തിന്റെ അഹ്ലികാരുടെ കൂട്ടത്തിൽ സാധുക്കളാകുന്ന ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ.
അല്ലാ മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം അല്ലാ. ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെയും പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെയും നീ നൽകണം അല്ലാ. നീ ഞങ്ങൾക്ക് നൽകിയ മക്കളെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഓൺലൈനിലുള്ള എൻ്റെ പ്രവർത്തകന്മാരുണ്ട്, സംഭാവനകൾ നൽകിയവരും നൽകാത്തവരും ഒക്കെയുണ്ട്, ഈ ദുആയിൽ പങ്കെടുക്കുന്നവരുണ്ട്. എല്ലാവരിലും നീ ഖൈറ് പ്രദാനം ചെയ്യണം റഹ്മാനെ. ജോലിയിൽ പ്രമോഷൻ കിട്ടാൻ വേണ്ടി സംഭാവനകൾ നൽകി ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്, പരീക്ഷ എഴുതുന്ന ആളുകളുണ്ട്, PG ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലാഹു എല്ലാവരിലും നീ വിജയം നൽകണം അല്ലാഹ്. അല്ലാ നീ വിജയം നൽകണം റഹ്മാനെ. യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, നീ ഫതഹ് നൽകണം അല്ലാഹ്. പടച്ചവനെ, വിവാഹങ്ങൾ ഉറപ്പിച്ചവരുണ്ട്, വിവാഹ പ്രായമെത്തി നിൽക്കുന്ന പെൺമക്കളുണ്ട്, നീ റാഹത്തുള്ള ഇണകളെ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, റാഹത്തുള്ള ഇണകളെ നീ നൽകണം റഹ്മാനെ. എൻ്റെ വല്ലിമ്മ ഹോസ്പിറ്റലിലാണ്, നീ ശിഫ നൽകണം അല്ലാഹ്, നീ ശിഫ നൽകണം റഹ്മാനെ. ശരീരത്തിന് പല ഭാഗങ്ങളിലും ദ്വാരമുണ്ടാക്കി അതിലൂടെ വെള്ളം കുടിക്കുന്ന ആളുകളുണ്ട്. മാസങ്ങളോളമായി ഒരു തുള്ളി വെള്ളം പോലും വായിലൂടെ കുടിക്കാൻ കഴിയാതെ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ടോ? ക്യാൻസർ രോഗം പിടിപെട്ടുകൊണ്ട് പുളയുന്ന ആളുകളുണ്ട് റഹ്മാനെ. അല്ലാ, അതുപോലെയുള്ള രോഗങ്ങൾ ഞങ്ങൾക്ക് ആർക്കും നീ നൽകല്ല അല്ലാ. നിന്നെ ഓർത്ത് ജീവിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, അടുത്ത വർഷത്തേക്ക് 51 ചാക്ക് ഏറ്റെടുത്തവരുണ്ട്, ഈ വർഷം അരി നൽകിയവരുണ്ട്, അതിനാവശ്യമാകുന്ന മറ്റു കാര്യങ്ങൾ ഇപ്പോൾ 40,000 നൽകിയവരുണ്ട്, ഇതിന്റെ മുമ്പ് നൽകിയവരുണ്ട്, ഇവിടെ സംഭാവന നൽകിയവരുണ്ട്, ഈ സദസ്സിന് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചവരുണ്ട്, ഫ്ലക്സുകൾ സ്ഥാപിച്ചവരുണ്ട്, ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ആളുകളുണ്ട്. ഈ സദസ്സിലും സ്റ്റേജിലുമുള്ള എൻ്റെ ഉസ്താദുമാരുണ്ട്, സാദാത്തീങ്ങളുണ്ട്. എല്ലാവരിലും നീ ഖൈർ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാ, ഞങ്ങൾ പരസ്പരം ഞങ്ങൾ അറിയാത്തവരാണ്, മുത്തുനബിയുടെ ഉമ്മത്തീങ്ങളായി എന്നതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയത്. അങ്ങനെ റസൂലുള്ളാഹിന്റെ ചാരത്തും ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ ഈ ഭാഗ്യം നൽകണം അല്ലാ. എൻ്റെ ചെറുപ്പക്കാര് നിറഞ്ഞ സദസ്സാണ് അല്ലാഹുവേ. നിസ്കാരങ്ങൾ ഖളാആക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ല റബ്ബേ. നിസ്കാരങ്ങൾ ഖളാആക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാ. വേണ്ടാത്ത വാട്സപ്പുകളും ഫേസ്ബുക്കുകളും ഉപയോഗിക്കുന്നവരാക്കല്ല റഹ്മാനെ. ഉറപ്പില്ലാത്തത് പ്രചരണം നടത്തുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാ. ആലിമീങ്ങളെയോ സാദാത്തീങ്ങളെയോ ഗ്രൂപ്പ് തിരിച്ചോ രാഷ്ട്രീയം തിരിച്ചോ തെറി പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാ. ഒരു വസ്തുവിനെ കുറിച്ച് ഞങ്ങൾക്കറിയില്ലെങ്കിൽ അല്ലാഹു അഅലം വറസൂലു എന്നെങ്കിലും പറഞ്ഞ് നാളെ ഞങ്ങൾ ആഖിറം രക്ഷപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അവസാനത്തെ ശ്വാസം വരെ ദീനിന് വേണ്ടി ഖിദ്മ ചെയ്യാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ദീനീ ഖിദ്മയിലായിരിക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലാ. ഇവിടുത്തെ പള്ളി കമ്മിറ്റികളുണ്ട്, ഇവിടുത്തെ മുസ്ലിം ജമാഅത്തിന്റെ പഠിച്ചവനെ ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റിക്കാരുണ്ട്. എല്ലാവരിലും നീ സന്തോഷം നൽകണം അല്ലാ. നല്ല ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഈ തൗഫീഖ് നൽകണം റഹ്മാനെ. നിന്നുപോയ ദർസൊക്കെ തുടങ്ങാൻ തൗഫീഖ് നൽകണം അല്ലാ. നിന്നുപോയ ദർസൊക്കെ തുടങ്ങാൻ ഈ തൗഫീഖ് നൽകണമല്ല. മുത്തുനബി മദീനയിൽ തുടങ്ങി വെച്ച ദർസാണ്. ആ ദർസ് നടത്തിയ മുദരിസ് മുത്തുനബിയാണ്. അവിടുത്തെ ശിഷ്യന്മാര് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അവരൊക്കെ അവിടുത്തെ ദർസിൽ പഠിച്ചവരാണ്. അല്ലാഹുവേ, അങ്ങനെ